Praise the Lord. നമ്മുടെ പിതാവായ ദൈവത്തിനും കർത്താവായ യേശുക്രിസ്തുവിനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും പുകഴ്ചയും ഉണ്ടാകട്ടെ. നമ്മൾ ദ ഡേയ്സ് ഓഫ് റിഫൈൻമെൻറ്റിൻ്റെ 4ാമത്തെ ദിവസത്തിലേക്ക് വന്നിരിക്കുകയാണ്. Next 3 days I can say with one word, awesome. Awesome days. God is refining us through the word and through the Holy Spirit. പരിശുദ്ധാത്മാവിനാലും അവിടുത്തെ വചനത്താലും God നമ്മുടെ അകത്ത് വലിയ റിഫൈൻമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. താങ്ക് യു once again. ആൻഡ് എനിക്ക് തോന്നുന്നു ഇതൊരു പ്രിവിലേജാണ് to share the word of God with you all. These days നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്നത് the keys of the kingdom of God എന്ന ഒരു ടോപ്പിക്കിലാണ്. What are the keys of the kingdom of God? There are hundreds of principles and reality നമുക്ക് പുതു നിയമത്തിൽ യേശുവിൻ്റെ ജീവിതത്തിൽ, പ്രവൃത്തിയിൽ, ഉപദേശത്തിൽ നമുക്ക് വായിപ്പാനായിട്ട് കഴിയും. അവർ ലൈഫ് എന്ന് പറയുന്നത് പണിയപ്പെട്ടിരിക്കുന്നത് ഫെയ്ത്തിലല്ല. ഫെയ്ത്ത് ആക്ച്വലി ഒരു ഇൻസൈറ്റാണ്. സൂപ്പർ നാച്ചുറൽ വേൾഡിലോട്ടുള്ള നമ്മുടെ ഒരു ആക്സസാണ്. നമ്മുടെ ലൈഫിൻ്റെ ഫൗണ്ടേഷൻ ഈസ് നോട്ട് ഫെയ്ത്ത്. നമ്മുടെ ലൈഫിൻ്റെ ഫൗണ്ടേഷൻ ക്രിസ്തുവിൽ നാം മനസ്സിലാക്കിയിരിക്കുന്ന അവിടുത്തെ സംബന്ധിച്ചതായ പരിജ്ഞാനത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും നിക്ഷേപത്തിലാണ്. ദാറ്റ് മീൻസ് our all life is based on the biblical principles of the wisdom of God. നമ്മുടെ ജീവിതം ഒരു പ്രിൻസിപ്പിൾസാണ്. പ്രിൻസിപ്പിൾ കൊണ്ടാണ് ഇത് വളരുന്നത്. തത്വങ്ങളുണ്ട്, അതിനകത്ത് യാഥാർത്ഥ്യങ്ങളുണ്ട്. സോ കിങ്ഡം ഓഫ് ഗോഡ് എന്ന വിഷയം നമ്മൾ പഠിപ്പിക്കുന്നു, ധൈര്യമായിട്ട് പ്രസംഗിക്കുന്നു. അത് പ്രസംഗിക്കാൻ പ്രത്യേകിച്ച് ഈ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ആളുകൾ ഇതിനെക്കുറിച്ച് ഒത്തിരി ബോധവാന്മാരാകുന്നു എന്ന് നമുക്ക് മീഡിയാസിലൂടെ മനസ്സിലാക്കുന്നുണ്ട്. വാസ്തവത്തിൽ പൗലോസ് പറഞ്ഞതുപോലെ നമ്മുടെ പ്രയത്നങ്ങൾക്ക് ഒരിക്കലും വൃഥാവല്ല. വളരെ പേഷ്യൻസായി ഞാൻ സത്യത്തിൽ ചൈനീസ് ബാമ്പു നട്ട ഒരു കർഷകനെ പോലെയായി ഇതൊക്കെ ചിന്തിക്കുന്നത്. നമുക്കറിയാം ആ കഥ, ചൈനീസ് ബാമ്പുവിൻ്റെ കഥ. ചൈനീസ് ബാമ്പുവിൻ്റെ വിത്തുകൾ കൊണ്ടുപോയി ഒരു കൃഷിസ്ഥലത്ത് ഒരാൾ വിതച്ചു. ഒരു വർഷം മുഴുവൻ വെള്ളം കോരി, ആ വിത്ത് മുളച്ചു വന്നില്ല. അപ്പം എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും വെള്ളം കോരുകയാണ്. ആ പാടം താൻ നനച്ച് ഇങ്ങനെ ഇടുകയാണ്. കാണുന്ന ആളുകളെല്ലാം നോക്കുന്നത് ഒരു ഫീൽഡ് നനയ്ക്കാനായിട്ട് ഒരു മനുഷ്യൻ വരുന്നു. ഒരു പക്ഷേ ആദ്യ സമയത്ത് ഈ ഫീൽഡിൽ ഈ വിത്ത് വിതച്ച ആളുകൾക്ക് സംബന്ധിച്ചിടത്തോളം അറിയാം അത് വിത്തിൻ്റെ നനയ്ക്കാൻ പോവുകയാണ്. പക്ഷെ ഒരു വർഷം 365 ദിവസവും രാവും പകലും വെള്ളമൊഴിച്ചു, വിത്ത് കിളിർത്തില്ല. അടുത്ത വർഷം വീണ്ടും താൻ നനയ്ക്കാൻ പോയി. സത്യത്തിൽ ഒരു തരിശ് ഭൂമി, ഒരു വിത്തും കിളിർക്കാത്ത ഒരു തരിശ് ഭൂമിയിൽ നനയ്ക്കാൻ പോവുകയാണ് ഒരു മനുഷ്യൻ. 2ാമത്തെ വർഷവും താൻ നനച്ചു, 3ാമത്തെ വർഷവും അത് തന്നെ, 4ാമത്തെ വർഷവും അത് തന്നെയാണ്, 5ാമത്തെ വർഷവും താൻ നനയ്ക്കുക. നിങ്ങൾ ശ്രദ്ധിക്കണം, 5 വർഷം ഒരു മനുഷ്യൻ രാവും പകലും ഒരു ഫീൽഡിൽ വെറുതെ വെള്ളം നനയ്ക്കുക. കാണുന്നവർ അദ്ദേഹത്തെ ഭ്രാന്താന്ന് വിളിച്ചു കാണും, ഉപയോഗശൂന്യനെന്ന് വിളിച്ചു കാണും, ഒരു വിഡ്ഢിയാണെന്ന് പറഞ്ഞു കാണും, പ്രയോജനമില്ലാത്തവനെന്ന് പറഞ്ഞു കാണും. പക്ഷേ വിത്ത് വിതച്ചവനും മാത്രമേ അറിയത്തുള്ളൂ താൻ എന്താണ് ചെയ്യുന്നത്. 2 വിത്തിൻ്റെ പൊട്ടൻഷ്യാലിറ്റി അറിയാവുന്ന കർഷകൻ അത് നനച്ചുകൊണ്ടിരിക്കുക.
5 വർഷം നനച്ചു. 6-ാമത്തെ വർഷം ആരംഭ മാസം തുടർമാനമായിട്ട് നനയ്ക്കാൻ തന്നെ പോകാം. ജസ്റ്റ് ആ ഫീൽഡിനെ നനയ്ക്കാനായിട്ട് പോവുകയാണ് ഈ മനുഷ്യൻ. എന്താ സംഭവിച്ചത് നമുക്കറിയാം. ബാംബൂസിൻ്റെ അല്ലെങ്കിൽ ആ ബാംബു സീഡ് അല്ലെങ്കിൽ ചൈനീസ് ബാംബു സീഡ് 6-ാമത്തെ വർഷം വളരെ സാവധാനം വിത്തിൽ നിന്നിങ്ങനെ പൊട്ടി മുള വന്നു. 6 വർഷം, 5 വർഷം കഴിഞ്ഞു. 5 വർഷം, 6-ാം വർഷമാണ് തൻ്റെ വിത്ത് പൊട്ടിയതും മുള അല്പമായിട്ട് മുമ്പോട്ട് വന്നത്. പിന്നെ അങ്ങോട്ട് നനയ്ക്കുന്നതിനെ കുറിച്ചായിരുന്നില്ല ആളുകളുടെ ചിത്രം. ആ ഫീൽഡ് മുഴുവൻ 5 വർഷം നനച്ച മനുഷ്യൻ 6-ാമത്തെ വർഷം കാണുന്നത് 3 ആഴ്ച കൊണ്ട്, അല്ലെങ്കിൽ ഒരു 3 ആഴ്ച കൊണ്ട് ഒരു ചൈനീസ് ബാംബുവിൻ്റെ ഹൈറ്റ് 60 അടി മുതൽ 80 അടി വരെ ഹൈറ്റിൽ ഉയരും. അപ്പം 4 വർഷം അല്ലെങ്കിൽ 5 വർഷം ഭ്രാന്തനെ പോലെ നമ്മളിങ്ങനെ വിതച്ച് വെള്ളം കോരിയിരിക്കുന്ന കർഷകൻ 1000 പേരുടെ 1000 ആക്ഷേപ വാക്കുകൾ കേട്ട് കാണും. 10,000 ആക്ഷേപ വാക്കുകൾ കേട്ട്. പക്ഷേ വിത്തിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കാവുന്ന കർഷകൻ, അത് മുളച്ചാൽ ഉണ്ടാകുന്ന ഗുണം മനസ്സിലാക്കിയ കർഷകൻ താൻ കണ്ടിന്യൂസ് ആയി പേഷ്യൻസ്ലി വിത്ത് ഫുൾ പേഷ്യൻസ്, വളരെ ക്ഷമയോടുകൂടെ താനിത് വിതയ്ക്കുക, താനെ വെള്ളം നനയ്ക്കുക. ദ 6th ഇയർ ഗ്രോണപ്പായി. സോ ചൈനീസ് ബാംബുവിൻ്റെ ഒരു തിയറിയാണ് ഞാനും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും അപ്ലൈ ചെയ്യുന്നത്. നമുക്ക് ലഭിച്ചിരിക്കുന്ന അഷുറൻസ്, കൺവിക്ഷൻസ് സത്യമാണെന്നുള്ള ബോധ്യം ഉറപ്പായാൽ, ബ്ലഡ് ചിന്തേണ്ടി വന്നാലും രക്തം ചിന്തേണ്ടി വന്നാലും ഉറച്ചു നിന്ന് നാം വിതച്ചുകൊണ്ടിരുന്നാൽ ഒരു ദിവസം നിശ്ചയമായിട്ടും ഇതിൻ്റെ ഫലം നാം അനുഭവിക്കും, കൊയ്തിരിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് നമ്മൾ കണ്ടിരിക്കും. സോ ആസ് എ ചൈനീസ് ബാംബുവിൻ്റെ ഒരു ഫാർമറിനെ പോലെ again and again I'm doing the same thing. I'm just conveying the message of the kingdom of God. It is going to revolutionize our Christendom. നമ്മുടെ ക്രിസ്തീയ ലോകത്തെ പരിവർത്തനത്തിൻ്റെ പുതുമാനത്തിലേക്ക് നയിക്കാൻ ദൈവരാജ്യത്തിൻ്റെ സന്ദേശത്തിന് കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കുന്നത് അവർ ശരിയല്ല, ഇവർ ശരി. കാരണം ഇന്ന് നമ്മൾ ലോകത്തിൽ കാണുന്ന ഏറ്റവും വലിയൊരു വേൾഡിൻ്റെ ഒരു നയം, ഒരു പൊളിറ്റിക്കൽ നയം നമുക്കറിയാം. ആ പാർട്ടി ശരിയല്ല എന്നതുകൊണ്ട് മാത്രം ഈ പാർട്ടി ശരിയാകണമെന്ന് തെളിയിക്കുകയാണ്. അപ്പം ഈ പാർട്ടിക്ക് പറയാൻ നല്ലതൊന്നുമില്ല. അദ്ദേഹം ശരിയല്ല, അവരുടെ നയങ്ങൾ ശരിയല്ല, അവർ അഴിമതിക്കാരാണ്, അവരുടെ കാലത്ത് അത് സംഭവിച്ചു, അവരുടെ കാലത്ത് ഒരു പ്രൊജക്റ്റ് നടന്നില്ല. സോ എപ്പോഴും മറ്റൊരാളെ വിരൽ ചൂണ്ടുന്ന ഏറ്റവും പ്രാകൃതമായ സംസ്കാരമുള്ളത് ഇവിടുത്തെ പൊളിറ്റിക്സിലാണ്. ആ പൊളിറ്റിക്സിൻ്റെ തന്നെ തനതായ ഒരു രീതി നമ്മുടെ ക്രൈസ്തവ ലോകത്തും എന്നിലും നിങ്ങളിലുമൊക്കെ യാഥാർത്ഥ്യമായിട്ട് വന്നിട്ടുണ്ട്. വെളിച്ചം വരുമ്പോൾ നമുക്കിത് മാറ്റാവുന്നതേ ഉള്ളൂ. ഒരു സഭ ചെറുതാണ്, ആ ചർച്ച കൊള്ളില്ല എന്നതുകൊണ്ടല്ല നമ്മൾ വാസ്തവത്തിൽ ദൈവരാജ്യം പണിയേണ്ടത്. ഇവിടുത്തെ മതങ്ങളുടെയും തത്വചിന്തകളുടെയും നിലനിൽപ്പ് എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുകളുടെ ബലഹീനതയാണ്. അവർക്ക് ബലമില്ലെങ്കിൽ, അവർ കൊള്ളത്തില്ലെങ്കിൽ അവരുടെ കുഴപ്പമാണ് നമ്മുടെ നല്ലത് എന്ന് നാം ധരിച്ചു വച്ചിരിക്കുക. അപ്പോൾ അതിൽ നമ്മൾ പോകാതെ, ആ ഒരു രീതിയിലേക്ക് പോകാതെ ദൈവരാജ്യത്തെ സംബന്ധിച്ച ചിന്തകളിലേക്ക് നമുക്ക് വീണ്ടും ശ്രദ്ധയെത്തിരിക്കും. ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യത്തെ തുടർമാനമായിട്ട് പഠിപ്പിക്കാൻ പോകുന്നത് ഞാൻ വളരെ സീരിയസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനാണ് വന്നിരിക്കുന്നത്. ധൃതിയോടെ പോവുകയാണ്. ദൈവരാജ്യത്തിൻ്റെ പ്രസംഗനായിട്ട് ദൈവം അയച്ച യോഹന്നാൻ സ്നാപകനെ കുറിച്ച് ഞാൻ പറഞ്ഞു. യോഹന്നാൻ സ്നാപകനെ കുറിച്ചുള്ള വെളിപ്പാട് എവിടെയാണ് വന്നതെന്ന് ഞാൻ പറഞ്ഞു. അത് വന്നത് യെശയ്യാവിൻ്റെ പ്രവചനം 6-ാം അധ്യായത്തിലാണെന്നും അത് കേട്ടവർക്കറിയാം, കേൾക്കാത്തവർ ഇന്നലത്തെ നമ്മുടെ ലൈവ് കേൾക്കുക. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ യെശയ്യാവിന് കിട്ടിയ വെളിപ്പാടാണ് യോഹന്നാൻ സ്നാപകനെ കുറിച്ചുള്ള വെളിപ്പാട്. ആ ചിന്ത, തൃത്വത്തിൻ്റെ നടുവിലെ ചോദ്യം, ആർ നമുക്ക് വേണ്ടി പോകും? ചോദ്യത്തിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്ന ദൈവം യഹോവ, അവൻ്റെ വസ്ത്രത്തിൻ്റെ അഗ്രം, അതിൻ്റെ തൊങ്ങൽ ആലയത്തെ മൂടിയിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞത് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനം ദൈവത്തിൻ്റെ രാജത്വത്തിൻ്റെ പദവിയാണ്. കാരണം ബൈബിളിൽ പലയിടങ്ങളിൽ ധാരാളം റെഫറൻസുകളിൽ അവൻ്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമായിരിക്കുന്നു, അവൻ്റെ രാജത്വം നിത്യരാജത്വമാകുന്നു, അവൻ്റെ സിംഹാസനം എന്നത് തന്നെ അവൻ്റെ രാജത്വത്തിൻ്റെ പ്രൗഢിയാണ്,
ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ദ കിങ്ഡം ഓഫ് ഗോഡ്. അപ്പോൾ സിംഹാസനത്തിലിരിക്കുന്ന ദൈവം ആ സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് അവൻ്റെ വസ്ത്രമായി ഇരിക്കുന്ന ആളിൻ്റെ വസ്ത്രത്തെ അവിടുത്തെ എക്ലീഷ്യയെ മൂടുവാനായിട്ട് ഉപയോഗിക്കുന്നു. അപ്പം ദൈവരാജ്യത്തിൽ ഇരിക്കുന്ന ദൈവാദി ദൈവം അവിടുത്തെ വസ്ത്രം കൊണ്ട് കണക്ട് ചെയ്തിരിക്കുന്നത് അവിടുത്തെ ആലയത്തെയാണ്, സഭയെയാണ്. സഭയും രാജ്യവും ഒന്നായി നിൽക്കുന്നു എന്ന്, ഒരേ പർപ്പസിന് വേണ്ടി നിൽക്കുന്നു എന്ന് നമ്മൾ വ്യക്തമാക്കി കഴിയും. അപ്പോൾ ദൈവരാജ്യം എന്നത് സഭയുടെ ദൗത്യമാണ്. സഭ, ഞാൻ വീണ്ടും പറയുന്നു, ഇറ്റ് ഈസ് എ സിറ്റിസൺസ് റൂളിംഗ് അസംബ്ലി. സിറ്റിസൺസ് റൂളിംഗ് അസംബ്ലിയാണ്. ഞാൻ ദൈവസഭയിലെ അസംബ്ലിയിലെ മെമ്പറാണ്. കിങ്ഡം ഓഫ് ഗോഡിൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ്. നിങ്ങളെന്നെ കേൾക്കുന്ന നിങ്ങൾ ഒരു ദൈവത്തിൻ്റെ ലെജിസ്ലേറ്റീവ് മെമ്പറാണ്. നമ്മുടെ നാട്ടിലെ MLA പദവിയാണ് ക്രിസ്തീയ സഭയിലെ ഓരോ വിശ്വാസിക്കും. ദൈവരാജ്യത്തിൻ്റെ ചൂസൺ MLA, തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങളുടെ കുടുംബത്തിൽ 10,000-ങ്ങളുണ്ട്. നിങ്ങളുടെ സമൂഹത്തിലും ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അവരെ ഒന്നും ദൈവം തിരഞ്ഞെടുത്തില്ല, അവരെ കളഞ്ഞെന്നല്ല എൻ്റെ അർത്ഥം. അവരെ തിരഞ്ഞെടുത്തില്ല, മറിച്ച് നിന്നെ തിരഞ്ഞെടുത്തു. മഹത്വമില്ല, കഴിവൊന്നുമില്ല, പക്ഷെ നിന്നെ തിരഞ്ഞെടുത്തത് എനിക്ക് കഴിവില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കാനല്ല. നിന്നെ തിരഞ്ഞെടുത്തത് ദൈവം തിരഞ്ഞെടുക്കാത്ത 10,000-ങ്ങൾക്ക് നീ ഒരു അനുഗ്രഹമാണ്. നീ ഒരു അനുഗ്രഹമാണ്. ഒരാളെ കൊണ്ട് 1,00,000 തൊടുകയാണ് ദൈവം. ഒരാളെ കൊണ്ട് ബഹുസഹസ്രം ജനത്തെ സ്വാധീനിക്കുകയാണ്. കാരണം കിങ്ഡം ഓഫ് ഗോഡിൻ്റെ ഏറ്റവും വലിയ പ്രധാന പ്രത്യേകതയിൽ 3 പ്രത്യേകതയാണുള്ളത്. 1, ഇറ്റ് ഈസ് അതോറിറ്റേറ്റീവ്. 2, ഇറ്റ് ഈസ് പവർഫുൾ. 3, ഇറ്റ് ഈസ് ഇൻഫ്ലുവൻഷ്യൽ. രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ രീതി എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ് ആണ്. ഇൻഫ്ലുവൻസ് എന്നുള്ള വിഷയം നിങ്ങൾ വചനത്തിൽ പഠിക്കാനിരിക്കുക. ഒരു ലൈവിലൂടെ എനിക്കത് ജസ്റ്റ് സൂചിപ്പിക്കാനല്ലാതെ കൂടുതൽ വിശദീകരിക്കാൻ പറ്റില്ല. ഇൻഫ്ലുവൻസ്, ദൈവരാജ്യം ഭൂമിയിൽ ഇൻഫ്ലുവൻസേ ഉള്ളൂ. ഇൻഫ്ലുവൻസ് മാത്രമേ ഉള്ളൂ. അറ്റാക്കിംഗ് ഇല്ല, ഇൻഫ്ലുവൻസിങ് മാത്രമാണ്. കാരണം ദൈവത്തിൻ്റെ എല്ലാ കാര്യപരിപാടികളും അഗ്രസീവ് അല്ല. ദൈവം അഗ്രസീവ് അല്ല. ഹോളി സ്പിരിറ്റ് അഗ്രസീവ് അല്ല. ഹോളി സ്പിരിറ്റ് ഒരിക്കലും അഗ്രസീവ് അല്ല. ഹോളി സ്പിരിറ്റിനെ കുറിച്ച് പറയുന്നത് തന്നെ അവൻ നമ്മളെ വഴി നടത്തും, അവൻ ലീഡ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ലീഡിങ് മാത്രമേ ഉള്ളൂ, നോ ഫോഴ്സ്ഫുൾ. ശക്തമായി തള്ളത്തൊന്നുമില്ല. കാരണം ട്രിനിറ്റിക്കകത്ത് ഒരിക്കലും അടുത്തൊരാളെ ഫോഴ്സ് ചെയ്യുന്ന നേച്ചറില്ല. ദൈവത്തിൻ്റെ സ്വഭാവമല്ലേ ദൈവത്തിന് വെളിപ്പെടുത്താൻ പറ്റും. അതുകൊണ്ട് ദൈവരാജ്യം ഒരു അഗ്രസീവ് മോഡിലല്ല വർക്ക് ചെയ്യുന്നത്. ദൈവരാജ്യം ഇൻഫ്ലുവൻഷ്യൽ മോഡിലാണ് വർക്ക് ചെയ്യുന്നത്. അത് പ്രവർത്തിക്കുന്ന പോലും ആർക്കും അറിയത്തില്ല. അത് ശാന്തമായിട്ട് പ്രവർത്തിക്കും. അത് വലിയ ബഹളത്തോടും കോലാഹലത്തോടും കൂടെ അല്ല രാജ്യം നിൽക്കുന്നത്, വളരെ ശാന്തമായിട്ട്. അപ്പം സിറ്റിസൺസ് അറിയേണ്ട പ്രധാന കീകളിലൊന്ന് ഇറ്റ് ഈസ് ഇൻഫ്ലുവൻസ്. ഞാനത് പിന്നെ ഒരു ദിവസം എക്സ്പ്ലെയിൻ ചെയ്തോളൂ. നമ്മൾ ഇന്നലെ ചിന്തിച്ച ഭാഗത്തേക്ക് വരികയാണ്. ദൈവരാജ്യം പ്രസംഗിക്കാൻ വന്ന യോഹന്നാനെ വിട്ട് ആദ്യം പറയുന്ന വാചകം, ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അറൈവ്ഡ്. ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അറൈവ്ഡ്. ദൈവരാജ്യം അറൈവ്ഡ് ആണ്, എത്തിച്ചേർന്നിരിക്കുന്നു. ദൈവരാജ്യം എത്തിച്ചേർന്നിരിക്കുന്നു. ആകയാൽ മെറ്റനോയ അല്ലെങ്കിൽ മെറ്റനോയ, മാനസാന്തരപ്പെടുക. നിങ്ങൾ വളരെ പ്രാധാന്യത്തോടെ നമ്മൾ കാണേണ്ട വിഷയം, നിങ്ങളുടെ മതം മാറിക്കോ എന്നല്ല, നിങ്ങളുടെ വിശ്വാസത്തിന് മാറ്റം വരുത്തണം എന്നല്ല, നിങ്ങളുടെ ഡോക്ട്രിൻ മാറ്റണം എന്നല്ല, നിങ്ങളുടെ പുസ്തകം മാറ്റണം എന്നല്ല, നിങ്ങളുടെ കവനന്റിന് മാറ്റം വരണം എന്നല്ല, നിങ്ങളുടെ ആചാരത്തിന് മാറ്റം വരുത്തണം എന്നല്ല. ഇതൊന്നും ദൈവരാജ്യത്തിൻ്റെ വിഷയമല്ല. ദൈവരാജ്യം ഒരിക്കലും ഒരു മതത്തിൻ്റെ സംവിധാനവുമായിട്ട് യുദ്ധത്തിനില്ല. ദൈവരാജ്യം ഒരിക്കലും ഒരു സംവിധാനത്തെ മാറ്റാനല്ല വന്നത്. ദൈവരാജ്യം മതം മാറ്റാൻ വന്ന സംവിധാനമല്ല. ദൈവരാജ്യം മനസ്സ് മാറ്റാൻ വന്നതാണ്. മനസ്സ് മാറ്റുക. The first message, the first key to enter into the kingdom of God, change your mind. നിങ്ങളുടെ മനസ്സിനെ മാറ്റുക. ഈ മൈൻഡ് എന്ന് പറയുന്നതിന് 2 ഡയമെൻഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന്, യു ആർ കോൺഷ്യസ്. ദ ഫസ്റ്റ് തിങ്, യു ആർ കോൺഷ്യസ്. സെക്കൻഡ് പാർട്ട് അല്ലെങ്കിൽ ദ ഫസ്റ്റ് ഡയമെൻഷൻ ഓഫ് യുവർ മൈൻഡ് ഈസ് യു ആർ കോൺഷ്യസ്. നിങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, നിങ്ങളെടുക്കുന്ന ഡിസയേഴ്സ്, നിങ്ങളുടെ ഡിസിഷൻസ്, നിങ്ങളുടെ റെസ്പോൺസ്, നിങ്ങളുടെ സെൻസിൽ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളിലൂടെ നിങ്ങൾ പ്രതികരിക്കുന്ന പ്രതികരണങ്ങൾ, നിങ്ങളുടെ ദൈനംദിന ലൈഫ്, ദീസ് ഓൾ തിങ്സ് ബേസ്ഡ് ഓൺ കോൺഷ്യസ് ലിവിങ്. ഇപ്പം ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോൺഷ്യസിലാണ്.
കാര്യങ്ങളെ ചിന്തിച്ച് തെറ്റുകൂടാതെ പരമാവധി എറർ പറയാതെ കോൺഷ്യസ്ലി ഐ എം ടോക്കിംഗ്. സോ എൻ്റെ മൈൻഡിൽ ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ഈ മൈൻഡിൽ ഞാനിത് വർക്ക് ചെയ്യുമ്പോൾ എന്നെ ബലപ്പെടുത്തുന്നത്, എന്നെ ഉറപ്പിച്ച് നിർത്തുന്നത്, എന്നെ കോൺഷ്യസ്ലി വേവർ ചെയ്യാതെ നിർത്തുന്നത് എൻ്റെ മൈൻഡിൻ്റെ രണ്ടാമത്തെ ഡയമെൻഷനാണ്. ദ സെക്കൻഡ് ഡയമെൻഷൻ ഓഫ് യുവർ മൈൻഡ് ഈസ് ബൈബിളിൻ്റെ ഭാഷയിൽ ഹാർട്ട് എന്ന് പറയും. സെക്കുലർ വേൾഡിൽ, സൈക്കോളജിക്കൽ വേൾഡിൽ, മെഡിക്കൽ വേൾഡിൽ, സയൻറ്റിഫിക് വേൾഡിൽ അല്ലെങ്കിൽ ഫിലോസഫിക്കൽ വേൾഡിൽ മൈൻഡിൻ്റെ സെക്കൻഡ് ഡയമെൻഷനെ വിളിക്കുന്നത് സബ് കോൺഷ്യസ് എന്നാണ്. സോ കോൺഷ്യസ് മൈൻഡ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡ്. കോൺഷ്യസ് മൈൻഡ് ഒബ്ജക്റ്റീവാണ്, സബ് കോൺഷ്യസ് മൈൻഡ് സബ്ജക്റ്റീവാണ്. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് വേൾഡ്, നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന, നമ്മുടെ ഇന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒബ്ജക്റ്റീവാണ് കോൺഷ്യസ്. സബ് കോൺഷ്യസ് എന്ന് പറയുന്നത് സബ്ജക്റ്റീവാണ്. അതൊരിക്കലും മെറ്റാഫിസിക്സ് ആണ്, ഒരിക്കലും നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നല്ല. അത് ഫങ്ഷൻ ആകുന്നത് ഇന്ദ്രിയത്തിൻ്റെ ബേസിലല്ല. നമ്മുടെ മൈൻഡിൻ്റെ രണ്ടാമത്തെ ഭാഗം വിശുദ്ധ ബൈബിൾ വളരെ വളരെ പ്രാധാന്യത്തോടെ പറയുന്ന ഒരു ചിന്തയാണ്. ഞാൻ തോന്നുന്നു മിക്കവാറും ലോകത്തിലെ ആളുകൾക്കെല്ലാം ഈ ചിന്തകൾ വന്നതിന് ഒരു റിസോഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ തിരുവെഴുത്താണ്. ദൈവത്തിൻ്റെ തിരുവെഴുത്തിൽ നിന്നാണ് മനുഷ്യൻ ഈ ചിന്തകളിലേക്ക് വന്നെന്ന് നമുക്ക് നന്നായിട്ട് അനുമാനിക്കാൻ പറ്റും. കാരണം യേശു ക്രിസ്തു, അപ്പോസ്തലന്മാർ, ആദിമസഭ ഒക്കെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത വാക്കുകൾ ഈ സബ് കോൺഷ്യസ് മൈൻഡുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ ചേഞ്ചിങ് യുവർ മൈൻഡ് എന്ന് നമ്മൾ പറയുമ്പോൾ അതിനകത്ത് നമ്പർ 1 ചേഞ്ചിങ് യുവർ ബിലീവിങ് സിസ്റ്റം എന്നുണ്ട്. നിങ്ങൾ ഒന്നുകൂടെ പറയണം, ചേഞ്ച് യുവർ മൈൻഡ്. ദാറ്റ് ഡസൻറ്റ് മീൻ മദ്യപാനം ഉപേക്ഷിക്കുക, പുകവലി ഉപേക്ഷിക്കുക, തെറ്റായ ജീവിത ശൈലികൾ ഉപേക്ഷിക്കുക, പാപപ്രവൃത്തികൾ ഉപേക്ഷിക്കുക. ഇത് അല്ല വാസ്തവത്തിൽ ചേഞ്ച് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത്. ചേഞ്ച് ഓഫ് മൈൻഡ് എന്ന് പറയുമ്പോൾ മനസ്സ് മാറ്റുക എന്നതുകൊണ്ട് നമ്മുടെ സ്വഭാവം, നമ്മുടെ ബിഹേവിയർ മാറ്റുക എന്നല്ല. കാരണം നമ്മുടെ ബിഹേവിയർ ഒരിക്കലും നമുക്ക് മാറ്റാൻ പറ്റില്ല. മറിച്ച് നമുക്ക് മാറ്റാൻ പറ്റുന്നത് നമ്മുടെ മൈൻഡാണ് മാറ്റേണ്ടത്. മൈൻഡ് മാറിയാൽ ബിഹേവിയർ മാറും. മൈൻഡ് മാറിയാൽ ബിഹേവിയറിന് ചേഞ്ചസ് ഉണ്ടാവും. നമ്മുടെ ക്യാരക്ടർ ചേഞ്ച് ചെയ്യുന്നത്, അത് ക്യാരക്ടർ എന്തുവാ പറയാറുണ്ടെങ്കിൽ മോഡിഫിക്കേഷൻ കൊണ്ട്. ഇപ്പോൾ നമ്മൾ ഒത്തിരി ആളുകൾ ക്ലാസ്സിൽ കയറിക്കും സാധ്യത നമ്മളെ ഈ മൈൻഡ് മാറ്റുക, സ്വഭാവം മാറ്റുക, സ്വഭാവം മോഡിഫൈ ചെയ്യുക എന്നതുകൊണ്ട് ഒരിക്കലും ആളുകൾ നല്ലവനാകണം എന്നില്ല. ന്യായപ്രമാണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മനുഷ്യൻ്റെ സ്വഭാവത്തെ മോഡിഫൈ ചെയ്തു, റെസ്ട്രിക്റ്റ് ചെയ്തു, മോഡിഫിക്കേഷൻ നടത്തി. അപ്പം ന്യായപ്രമാണത്തിൻ്റെ ഭീകരമായ ചിത്രവും അതിനകത്തെ കർശനമായ നിയമങ്ങളും അതിനകത്തെ ജഡ്ജ്മെൻറ്റും ഒക്കെ ജനങ്ങളെ തെറ്റ് ചെയ്യാതിരിക്കാനുള്ള ഒരു റെസ്ട്രിക്റ്റ് മോഡിലേക്ക് കൊണ്ടു നിർത്തി. അവിടെ വാസ്തവത്തിൽ മനുഷ്യർക്ക് രൂപാന്തരം സംഭവിച്ചതേയില്ല. മറിച്ച് മനുഷ്യർ ന്യായപ്രമാണം എന്ന ആ ഒരു നുകത്തിൻ്റെ കീഴിൽ അവരുടെ സ്വഭാവത്തിന് രൂപീകരണം സംഭവിക്കുന്നതിന് പകരം സ്വഭാവത്തെ രൂപീകരിക്കാൻ തെറ്റ് ചെയ്യത്തില്ല, മോഷ്ടിക്കത്തില്ല, കള്ളസാക്ഷ്യം പറയുന്നു പറഞ്ഞാൽ മനസ്സിനെ അത് ബാധിക്കുന്നില്ല. മനസ്സിനെ ബാധിക്കാതെ തന്നെ സ്വഭാവത്തെ കൺട്രോൾ ചെയ്യുക. ഇതായിരുന്നു ന്യായപ്രമാണം. അങ്ങനെ ന്യായപ്രമാണത്തിൽ ജീവിച്ചിരുന്ന വലിയ ജനസമൂഹത്തോട് പ്രവാചകൻ എഴുന്നേറ്റിട്ട് പറയുകയാണ് ചേഞ്ച് യുവർ മൈൻഡ്. ഈ മാറേണ്ട മൈൻഡ് ഈസ് കോൺഷ്യസ് മൈൻഡാണോ സബ് കോൺഷ്യസ് മൈൻഡാണോ? നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ മാറ്റാൻ ഒരു പ്രവാചകൻ്റെ ആവശ്യമില്ല. കാരണം ഓൾറെഡി അതിനെ കൺട്രോൾ ചെയ്യുന്ന, ആ കോൺഷ്യസിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു വലിയ നിയമം ഭൂമിയിൽ അന്നുണ്ട്. കാരണം ന്യായപ്രമാണത്തിൻ്റെ ബേസിക്, അല്ലെങ്കിൽ ദ ബേസിക് ഓഫ് ദ ലോ എന്ന് പറയുന്നത് കോൺഷ്യസ്നെസ്സാണ്. മനുഷ്യൻ നന്മതിന്മയുടെ വൃക്ഷഫലം തിന്നപ്പോൾ മനുഷ്യൻ ഉണ്ടായതും ഈ കോൺഷ്യസാണ്. അവൻ്റെ കണ്ണ് തുറന്നു, അവൻ നഗ്നനെന്ന് കണ്ടു. അതാണ് അവൻ കണ്ട ഏറ്റവും വലുത്. കാരണം അവൻ ആരാണെന്ന് അവന് മനസ്സിലായി, അല്ലെങ്കിൽ അവനിലേക്ക് അവൻ്റെ കണ്ണുപോയി, കോൺഷ്യസായി. അതിൻ്റെ അർത്ഥം അതുവരെ അവർ ആ കോൺഷ്യസിലല്ല ജീവിച്ചത്, അവർ ഗ്ലോറിയിലാണ് ജീവിച്ചത്. സോ ഗ്ലോറിയസ് ലിവിങ് ഇസ് ഡിഫറെൻറ്റ് ഫ്രം കോൺഷ്യസ് ലിവിങ്. കോൺഷ്യസിൽ ജീവിച്ചാലേ നമ്മൾ വിശുദ്ധരാകൂ എന്നുള്ള ചിന്തകളുണ്ടല്ല. കോൺഷ്യസ് ലിവിങ് എറർ ഓറിയൻറ്റഡ് ആണ്.
എന്നാൽ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ ജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ എററിൽ ഞാൻ എന്ത് പറയുന്നത്, ബോധവാനായിട്ട് ജീവിക്കുന്നു എന്നതുകൊണ്ട് അവൻ ശരിയായി ജീവിക്കുന്നു എന്നല്ല. മഹിമ അതിനപ്പുറത്ത്, അതിലും വലുതാണ്. ദൈവത്തിൻ്റെ തേജസ്സും ദൈവത്തോട് കൂടെയുള്ള ജീവിതവും കോൺഷ്യസ് ലൈഫിനേക്കാൾ ഒത്തിരി ഒത്തിരി വലുതാണ്. ഞാൻ വിശ്വസിക്കുന്നു, വെൻ വി ഡിപ്പാർട്ട് ഫ്രം ദിസ് എർത്ത്, നമ്മൾ ഇവിടുത്തെ ഡിപ്പാർച്ചറിൽ നമ്മൾ ഒരിക്കലും പോകുന്നത് ഒരു കോൺഷ്യസ് മണ്ഡലം എന്നതിലേക്ക് ഉപരി അതിൻ്റെ ഹയർ തലത്തിലായിരിക്കും. കോൺഷ്യസ് ലെവൽ എന്ന് പറയുന്നത് ഞാൻ പറയുന്നല്ലോ ഇസ് ലിമിറ്റഡ് ആണ്. നമ്പർ 1, ഇറ്റ് ഈസ് കൺട്രോൾഡ്, ഇറ്റ് ഈസ് ലിമിറ്റഡ്. പല ഏരിയയിലും അത് ലിമിറ്റഡ് ആണ്. തോൽക്കാൻ സാധ്യതയുണ്ട്, എറർസ് ഉണ്ട്. അതായത് കോൺഷ്യസ് ലൈഫിനകത്ത് ധാരാളം എന്താ പറയുന്നത് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്, ഒത്തിരിയുണ്ട്. അപ്പോൾ ആദമിന് ഈ തെറ്റ് ചെയ്തപ്പോൾ, അല്ലെങ്കിൽ ഈ റിബലിയൻ സംഭവിച്ചപ്പോൾ ആദ്യം ഉണ്ടാകുന്നത് കോൺഷ്യസാണ്. ആ കോൺഷ്യസിനെ അപ്പം അന്ന് മുതൽ അവൻ ജീവിക്കാൻ തുടങ്ങിയത് റൈറ്റ് ആൻഡ് റോങ്, അല്ലെങ്കിൽ ഗുഡ് ആൻഡ് ഈവിൾ എന്ന് പറയുന്നത് കോൺഷ്യസാണ്. ഈ കോൺഷ്യസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ലോ വന്നത്. ലോയും അങ്ങനെ തന്നെയാണ്, ഗുഡ് ആൻഡ് ഈവിളാണ്, നല്ലതും തീയതുമാണ്. 365 നല്ലത്, 248 തീയതും, അല്ലെങ്കിൽ അരുത് എന്നും ചെയ്യണമെന്നുള്ള നന്മ തിന്മയുടെ ഒരു ടോട്ടൽ ഫ്രൂട്ടാണ് ന്യായപ്രമാണം. ഈ ന്യായപ്രമാണത്തിൽ മനുഷ്യർക്ക് മനസ്സ് മാറ്റം ഉണ്ടാകുന്നില്ല. കാരണം അവരുടെ മനസ്സിനനുസരിച്ചാണ് ന്യായപ്രമാണം കൺട്രോൾ ചെയ്യുന്നത്. ഈ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്ന ജനത്തെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ റിലീജിയനിൽ നിന്ന് കിങ്ഡത്തിലേക്കുള്ള ഒരു യാത്ര, ഒരു ന്യൂ ഫേസ് ഓഫ് കിങ്ഡം, അല്ലെങ്കിൽ ന്യൂ ഫേസ് ഓഫ് ഫെയ്ത്ത് സിസ്റ്റം അവൈലബിൾ ആകാൻ പോവുക എന്ന് പറഞ്ഞാൽ ട്രയൂണിറ്റിക്കകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹാർഡ് കോർ ആയിട്ടുള്ള ദൈവ സംവിധാനം ഭൂമിയിൽ ഇപ്പോൾ അവൈലബിൾ ആകാൻ പോവുക. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു മതത്തിൻ്റെ ഭാഗമായി ജീവിക്കുന്നതിൽ ഈസിയാണ്, പക്ഷേ ദൈവരാജ്യം എന്ന് പറയുന്നത് ഇസ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. സോ അവിടെ നമ്മൾ യോഹന്നാനെ അയച്ചിട്ട് പറയുകയാണ്, ചേഞ്ച് യുവർ മൈൻഡ്. കോൺഷ്യസ് മൈൻഡ് ആണോ? അല്ല, സബ് കോൺഷ്യസ് മൈൻഡ്. വാസ്തവത്തിൽ മാറേണ്ടത് നിങ്ങളുടെ മനസ്സാണ്. മനസ്സ് മാറുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കോൺഷ്യസ് മാറ്റുക എന്നല്ല, നിങ്ങളുടെ മാറാനുള്ള ഭാഗം. അതായത് ദൈവരാജ്യത്തിലേക്ക് ഒരാൾ എൻ്റർ ആകണമെങ്കിൽ, ദൈവരാജ്യത്തിൻ്റെ കൾച്ചറിലേക്ക് പ്രവേശിക്കണമെങ്കിൽ, ദൈവരാജ്യത്തിൻ്റെ സംവിധാനത്തിൻ്റെ ഭാഗമാകണമെങ്കിൽ, ദൈവരാജ്യത്തിൽ നിങ്ങൾ ആരാണെന്ന ബോധ്യം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ആദ്യമായിട്ട് സംഭവിക്കേണ്ടത് നമ്മളുടെ ഹാർട്ട്, അതായത് സബ് കോൺഷ്യസ് മൈൻഡ് ചേഞ്ച് ആകണം. കാരണം സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നതാണ് ദ ടോട്ടാലിറ്റി ഓഫ് എ മാൻ. ഒരു മനുഷ്യൻ്റെ ടോട്ടാലിറ്റി, അവൻ ആരാണ് എന്നതിൻ്റെ അർത്ഥം അവൻ്റെ ഹൃദയം എന്താണ് എന്നാണ്. ഞാൻ ഒന്നുകൂടെ പറയാം. മൈൻഡിൻ്റെ 2 ഡയമെൻഷൻ, ഒന്ന് കോൺഷ്യസ്നെസ്, കോൺഷ്യസ് മൈൻഡ്, സെക്കൻഡ് സബ് കോൺഷ്യസ് മൈൻഡ്. കോൺഷ്യസ് മൈൻഡിനകത്താണ് നമ്മൾ കാണുന്നത് ജനറലായി നമ്മുടെ ആളുകൾ ഇന്ന് ഭൂമിയിൽ ജീവിച്ചപ്പോൾ, ഇന്ന് നമ്മൾ ആഹാരം കഴിച്ചു, നടന്നു, പല കാര്യങ്ങൾ ചെയ്തു. ഇതൊക്കെ ബേസ് ആയിരിക്കുന്നത് നമ്മുടെ ഈ കോൺഷ്യസ് മൈൻഡുമായിട്ടാണ്. നമ്മുടെ ദൈനംദിന ജീവിതങ്ങൾ, നമ്മുടെ ലൈഫ്, നമ്മുടെ വർത്തമാനം, നമ്മുടെ ആളുകളുമായി ഇടപഴകുന്നത്. എന്നാൽ ഏറ്റവും കൂടുതൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിത്തറ, നമ്മുടെ ഡോക്ടറിൻ. ഞാൻ ഇനി ആ ഭാഗത്തേക്ക്, ഡോക്ടറിൻ എന്ന പദത്തിലേക്ക് പോകാം. ആ പദത്തിൽ നിന്നുകൊണ്ടാണ് ഇനി അങ്ങോട്ട് സംസാരിക്കാൻ വന്നത്. എന്താണ് ഡോക്ടറിൻ? ഇവിടെ ഏറ്റവും വലിയ യുദ്ധം നടക്കുന്നത് ഡോക്ടറിനാണ്, ഇല്ലേ? ഡോക്ടറിൻ, ഗുഡ് ഡോക്ടറിൻ, ഫാൾസ് ഡോക്ടറിൻ. ദാറ്റ് ചർച്ച് ഈസ് പ്രീച്ചിങ് wrong doctrine. These preachers is preaching heretic doctrine. The cult doctrine. This is orthodox doctrine. This is false doctrine. ഇങ്ങനെ ഡോക്ടറിൻ്റെ അടിയാണ്. എന്താ ഈ ഡോക്ടറിൻ? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് ഈ ഉപദേശം? ഞാനൊരു കാര്യം പറയാം. എല്ലാ മനുഷ്യരുടെ ലൈഫും ഇസ് ബേസ്ഡ് ഓൺ എ ഡോക്ടറിൻ. അത് ക്രിസ്ത്യൻ ആയാലും, ഹൈന്ദവനായാലും, ഇസ്ലാം ആയാലും, ബുദ്ധിസ്റ്റ് ആയാലും, എത്തിസ്റ്റ് ആയാലും, പെർവേർട്ടഡ് ഗ്രൂപ്പ് ആയാലും, എന്ത് പറയാനാ, വാട്ട് എവർ ദ കാറ്റഗറി ഓഫ് ദ പീപ്പിൾ ഈ ലോകത്തുണ്ടോ, അവരെല്ലാവരും, എവ്രി ഹ്യൂമൻ ബീങ്സ്, അവരെല്ലാവരും ഏതൊക്കെയോ ഒരു രീതിയിൽ ഡോക്ട്രിനേറ്റഡ് ആണ്. അല്ലെങ്കിൽ അവരെല്ലാവരും മൂവ് ചെയ്യുന്നത് ഒരു ഡോക്ടറിൻ്റെ ബേസിലാണ്. ഒരു
എല്ലാവർക്കും ഒരു ഉപദേശമുണ്ട്. ഒരാളുടെ ഉപദേശം കറക്റ്റാണോ എന്നെങ്ങനെ അറിയാം? ഇതൊരു വലിയ ചോദ്യമാണ്. കാരണം ഞാനിത് 10 വർഷത്തോളമായിട്ട് കേൾക്കുന്നൊരു വാചകമാണ്. ഫാൾസ് ഡോക്ട്രിൻ ഇഷ്ടംപോലെ കേൾക്കുന്നുണ്ട്. അതിപ്പോൾ എനിക്കൊരു ഡിഗ്രി പോലെയാണ് എനിക്ക് ഫാൾസ് ഡോക്ട്രിൻ. ഐ ഡോണ്ട് കെയർ. കാരണം ഞാൻ കണ്ടിട്ടുള്ളത് ഒരു പ്രാവശ്യം പോലും ബൈബിൾ വായിക്കാത്ത ആളുകളാണ് ഈ ഫാൾസ് ഡോക്ട്രിൻ എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഞാൻ അവരെ ഗണ്യമാക്കാറില്ല. പക്ഷേ ഇപ്പോൾ ദൈവരാജ്യം സംബന്ധിച്ച് ഞാൻ നിൽക്കുമ്പോൾ ഐ നീഡ് ടു എക്സ്പ്ലെയിൻ വാട്ട് ഈസ് ഡോക്ട്രിൻ. എന്താ ഡോക്ട്രിൻ? എന്താണ് ട്രൂ ഡോക്ട്രിൻ? ഒറ്റ ലെറ്റ്മസ് ടെസ്റ്റ് ഞാൻ പറയാം. ഇത് ഒരാളുടെ ഡോക്ട്രിൻ പെർഫെക്റ്റ് ആയതിൻ്റെ ഒരു ടെസ്റ്റ് പറയാം. ഒരാളുടെ ഉപദേശം കറക്റ്റാണ് അതിൻ്റെ തെളിവ് ബിബ്ലിക്കൽ റെഫറൻസ് അല്ല. നമ്മുടെ ആളുകൾ വിചാരിച്ചിരിക്കുന്നത് ഒരാളുടെ ഡോക്ട്രിൻ ശരിയാകാനുള്ള 3 മാനദണ്ഡങ്ങൾ. നമ്പർ 1, ആദിമസഭ ചെയ്തിരിക്കണം. നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഇത് കോമൺ ആയിട്ടുള്ള ഒരു എല്ലാവരും പറയുന്നതാണ്. ഒരാളുടെ ഡോക്ട്രിൻ കറക്റ്റ് ആണെങ്കിൽ 1, അത് യേശു പഠിപ്പിച്ചിരിക്കണം. 2, അപ്പോസ്തലന്മാർ അത് പ്രസംഗിച്ചിരിക്കണം. 3, ആദിമസഭ അത് ആചരിച്ചിരിക്കണം. ഒന്നുകൂടെ പറയാം. നമ്മൾ ഡോക്ടറിനെ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ ഡോക്ടറിൻ ഡെഫിനിഷൻ, നമ്മളിത് കോമൺ ആയിട്ടുള്ള ഒരു തിയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. നമ്മുടെ നാട്ടിൽ ഒരു വേദശാസ്ത്ര ഒരു എക്സ്പ്ലനേഷൻ ഞാൻ ആ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് പറയും. യേശു പ്രസംഗിച്ചിരിക്കണം, യേശു പഠിപ്പിച്ചതും അപ്പോസ്തലന്മാർ പ്രസംഗിച്ചതും ആദിമസഭ അനുസരിച്ചതുമാണ് ട്രൂ ഡോക്ട്രിൻ. അതാ ഡോക്ട്രിൻ. ഞാൻ പറയുന്നു, ഇതല്ല ഡോക്ടറിൻ്റെ ഡെഫിനിഷൻ. ഇത് ഡോക്ടർ എന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് വേണമെങ്കിൽ പറയാം ടീച്ചിങ് എന്ന് പറയാം. ഈസ് എ ഗുഡ് ടീച്ചിങ്. യഥാർത്ഥ ട്രൂ ടീച്ചിങ് എന്താ? ഡോക്ടറിൻ ഈസ് ഡിഫറെന്റ് ഫ്രം ടീച്ചിങ്. ഡോക്ടറിൻ വേറെ, ടീച്ചിങ് വേറെ. യഥാർത്ഥ ടീച്ചിങ് എന്താ? ജീസസിൻ്റെ ടീച്ചിങ്. കാരണം ഈവൻ പോൾ വാസ് കോൾഡ് ടു പ്രീച്ച് ദ കിങ്ഡം ഓഫ് ഗോഡ്. പോളിനെ ദൈവരാജ്യം പ്രസംഗിക്കാനാണ് വിട്ടത്. നമ്മളത് പറയും. പുള്ളി പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അത് കേട്ടിട്ട് ആൾ പറയും, ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കും. അത് ആരോടാ പറഞ്ഞറിയോ? യേശുവിനെ വിരോധിയായി യേശുവിനെ ക്രൂശിച്ച യഹൂദന്മാർ 24 മണിക്കൂറും പൗലോസിനെ ഉപദ്രവിക്കാൻ വരും. അപ്പോൾ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഈ ജൂസ് യഹൂദന്മാർ ഇവരെ എതിരാളിയായി നിൽക്കുമ്പോൾ ഈ എതിരാളികളായി ഇവരോട് പറയുകയാണ്, ഞാൻ നിങ്ങൾ ക്രൂശിച്ച ക്രിസ്തുവിനെയാണ് പ്രസംഗിക്കുന്നത്. അപ്പം ആ യഹൂദന്മാരുടെ എതിർപ്പിന് മറുപടിയാണ് ആ വാചകം. അതേ പൗലോസ് തന്നെ പറയുന്നുണ്ട്, യേശുവിനെ അല്ലാതെ വേറെ ആരെയും അറിയാത്തവരാ നിങ്ങളുടെ ഇടയിൽ ഇരിക്കുന്നു, കാരണം നിങ്ങൾ ശിശുക്കളാണ്. അപ്പം ശിശുക്കളോടാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പൗലോസ് റോമിൽ ചെന്നപ്പോൾ 2 വർഷം വാടക വീട്ടിൽ താമസിച്ച് എന്താ പ്രസംഗിച്ചതെന്ന് അപ്പോസ്തലപ്രവൃത്തി 28 സമാപന വാക്യത്തിലുണ്ട്. അവൻ തൻ്റെ സ്വന്തമായൊരു വാടക വീട്ടിൽ താമസിച്ച് അവൻ്റെ അരികിൽ വന്നവരെ ദൈവ രാജ്യം പ്രസംഗിച്ചു. അപ്പം നമ്മുടെ സഭയിലും നമ്മുടെ കേരളത്തിലും നമ്മുടെ ഇന്ത്യ കേട്ട മെസ്സേജ് അല്ല അപ്പോസ്തലനായ പൗലോസ് പ്രസംഗിച്ചത്. നമ്മുടെ കേരള മണ്ണിൽ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു മെസ്സേജുമല്ല അപ്പോസ്തലനായ പൗലോസ് പ്രസംഗിച്ചത്. റോമിൽ ചെല്ലുമ്പോഴും കൊരിന്ത്യയിൽ ചെല്ലുമ്പോഴും ഗലാത്യയിൽ ചെല്ലുമ്പോഴും ലുസ്രായിൽ ചെല്ലുമ്പോഴും തെസലോനിക്കയിൽ ചെല്ലുമ്പോൾ താൻ പോകുന്ന ഇടങ്ങളിലെല്ലാം യേശു പ്രസംഗിച്ചത്. എന്നോട് പറയരുത്, നമുക്കിന്ന് ഏറ്റവും കൂടുതൽ വേദി കിട്ടിയാൽ നമുക്ക് പ്രസംഗിക്കാൻ വേറെ നമുക്ക് മെസ്സേജ് ഇല്ല. കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളം വീഞ്ഞാക്കിയത് വീഞ്ഞു കുടിക്കാത്ത ആളുകൾ കറക്റ്റായിട്ട് ഭയങ്കര ഗംഭീരമായിട്ട് വിശദീകരിക്കുക. വീഞ്ഞ് തൊട്ടാൽ അത് നരകത്തിൽ പോകുമെന്നും വീഞ്ഞു കുടിക്കുന്നവരെല്ലാം നാശത്തിൽ പോകുമെന്നും വിശ്വസിക്കുന്ന ആളുകൾ കാനാവിലെ കല്യാണത്തിന് വീട്ടിലെ 750 ലിറ്റർ വീഞ്ഞിൻ്റെ കാര്യം അടിപൊളിയായിട്ട് പ്രസംഗിക്കുക. എന്തു വൈരുദ്ധ്യമാണെന്ന് നോക്കി. ചരിത്രങ്ങൾ പ്രസംഗിച്ച് രക്ഷപ്പെടുക. ഒരു കൂനിയായ സ്ത്രീയുടെ ചരിത്രം എടുത്ത് നമ്മൾ ഞാൻ കുറ്റം പറയില്ല, ഞാൻ യാഥാർത്ഥ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുകയാണ്.
38 വർഷത്തെ കുളക്കര രോഗിയെ സൗഖ്യമാക്കിയ കഥ പ്രസംഗിക്കുക. ചരിത്രങ്ങളല്ലാതെ നമുക്ക് മെസ്സേജ് ഇല്ല. കേരളത്തിൽ ആരുടെ കയ്യിലാണ് യഥാർത്ഥ മെസ്സേജ് ഉള്ളത്? എൻ്റെ കയ്യിലുണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. ഞാൻ ഈ നിൽക്കുന്ന ദൈവരാജ്യത്തിൽ നിൽക്കുന്ന ദൈവദാസന്മാരുടെ ലിസ്റ്റിലെ ഏറ്റവും അവസാനത്താണ്. ഞങ്ങളുടെ നാട്ടുഭാഷ പറഞ്ഞ ചൂത്തയാണ്. ഏറ്റവും ഒടുവിൽ നിൽക്കുന്ന ആൾ. അതായത് ഏറ്റവും ബാക്കിൽ നിന്ന് റാങ്ക് ലിസ്റ്റ് വന്നാൽ എൻ്റെ ലിസ്റ്റാണ് നമ്പർ 1. ഏറ്റവും പുറകിൽ നിന്ന് എടുക്കണം. ഞാൻ വലിയ ആളൊന്നുമല്ല. നമ്മുടെ നാട്, നമ്മൾ നിൽക്കുന്ന നമ്മുടെ വിശ്വാസം, നമ്മളെ ഫോളോ ചെയ്യുന്ന ജനങ്ങൾ, യേശുവിനെ സ്നേഹിക്കുന്ന ആളുകൾ, യേശുവിൻ്റെ ദൗത്യം, ക്രിസ്തുവിനോടുള്ള സ്നേഹമാണ് ഞാൻ ഈ സംസാരിക്കാൻ കാരണം. സത്യം മെസ്സേജ് ആര് പറയുന്നുണ്ട്? നാളെ മെസ്സേജ് ഇല്ലെന്ന് ഞാൻ പറഞ്ഞാൽ അത് സത്യം തന്നെ. ഇന്നത്തെ നവീനമായ യങ്ങർ ജനറേഷൻ്റെ കയ്യിൽ, പുതുനിയമത്തിൻ്റെ ശുശ്രൂഷകൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരുടെ കയ്യിൽ, അത് ലോകപ്രസിദ്ധനായി നിൽക്കുന്ന എല്ലാ ചെറുപ്പക്കാരുടെ കയ്യിൽ ഞാൻ അവരെ നേരെ വിരൽ ചൂണ്ടി സംസാരിക്കും. നിങ്ങളുടെ കയ്യിൽ മെസ്സേജ് ഇല്ല. നിങ്ങളുടെ കയ്യിൽ ചരിത്രങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ സുവിശേഷത്തിൻ്റെ വാക്യങ്ങൾ എടുത്തുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് രക്ഷപ്പെടുകയാണ്. നിങ്ങൾ ട്രൂ മെസ്സേജ് സംസാരിക്കുന്നില്ല. രണ്ടാമത്തെ ഒരു വലിയ പ്രധാന വിഷയം ഞാൻ പറയാം. യേശു പറഞ്ഞ വാചകം വീണ്ടും ആവർത്തിക്കുന്നു. ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾ ദൈവരാജ്യത്തെ അടച്ചു കളയുന്നു ജനത്തിനു വേണ്ടി. നിങ്ങളൊട്ട് പ്രവേശിക്കുന്നുമില്ല, ആരെയും പ്രവേശിക്കാൻ സമ്മതിക്കുന്നുമില്ല. നമ്മൾ സംസാരിക്കുക, നമ്മൾ ദൈവരാജ്യം പ്രസംഗിച്ചിട്ടല്ലേ? പ്രസംഗിക്കാതെ എങ്ങനെ ആളുകളത് മനസ്സിലാക്കും? ഒരു ടീച്ചർ പഠിപ്പിക്കുന്നത് എല്ലാവരും ടീച്ചറിനെ പോലെ ആകാനല്ല. നിങ്ങൾക്കറിയാമോ, ഒരു ബാച്ചുലർ ഡിഗ്രിയും ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് അല്ലെങ്കിൽ TTCയും പഠിച്ച ഒരു ടീച്ചർ വളരെ അറിവ് പരിമിതമാണ്. അവരുടെ അറിവ് വളരെ പരിമിതമാണ്. ആ പരിമിതമായ അറിവിൽ പഠിപ്പിക്കുന്ന ആ ടീച്ചറിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് ഭാവിയിൽ അവൻ ലോകത്തിലെ ഏറ്റവും വലിയ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൻ്റെ മുകളിലെത്തുക, അല്ലെങ്കിൽ IPS കാരനാകുക, IAS കാരനാകുക, CA കാരനാകുക. ഈ ടീച്ചർ ഇനി എത്ര ശ്രമിച്ചാലും, എത്ര കഠിനമായി ശ്രമിച്ചാലും IAS പരീക്ഷയുടെ പ്രിലിമിനറി ടെസ്റ്റ് പാസ്സാകാൻ പോലുമുള്ള കഴിവ് ടീച്ചറിനില്ല. കണക്ക് പഠിപ്പിച്ച ആ ടീച്ചർ എത്ര 100 പ്രാവശ്യം CA എഴുതിയാലും CA പാസ്സാകത്തില്ല. പക്ഷേ അദ്ദേഹം പഠിപ്പിച്ച സ്റ്റുഡൻറ്റ് CA പാസ്സായി. ആരെങ്കിലും ഒരാൾ പറയാനില്ലെങ്കിൽ കേൾക്കാതെ ഒരിക്കലും നമ്മളിലുള്ള യാഥാർത്ഥ്യം വെളിയിൽ വരത്തില്ല. പ്രസംഗിക്കണം. ഇത് ആരെങ്കിലും പറഞ്ഞു കൊടുത്തെങ്കിലേ ജനങ്ങളിലുള്ള സത്യങ്ങൾ വെളിയിൽ വരത്തുള്ളൂ. ഒരു ടീച്ചറിനെ പോകാനാകാനല്ല പ്രസംഗിക്കുന്നത്. ഓരോരുത്തരും ആരായി തീരണം എന്ന് അവരുടെ ഉള്ളിൽ, അവരുടെ അകത്തുള്ള ജന്മസിദ്ധമായ യാഥാർത്ഥ്യങ്ങളെ തട്ടി ഉണർത്താൻ ഒരു സാധാരണക്കാരനായ ബാച്ചിലർ ഡിഗ്രിയുള്ള ഒരു ടീച്ചറിനെ ഉപയോഗിക്കുക. അപ്പോൾ ഒരു പാസ്റ്റർ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുമ്പോൾ ആ ഇരിക്കുന്നവരെല്ലാം പാസ്റ്ററിനെ പോലെ ആണെന്നുള്ള ചിന്തയിലല്ല പ്രസംഗിക്കേണ്ടത്. ആ ഇരിക്കുന്ന മുഴുവൻ ആളുകളും മാറണമെന്ന പ്രതീക്ഷയോടെ പ്രസംഗിക്കുന്നത്. അതിനകത്ത് നിനക്ക് ടീച്ചറെ, നിങ്ങൾ പോയിട്ടുണ്ടോ? നീ ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കണം കുഞ്ഞെ എന്ന് ടീച്ചർ പഠിപ്പിക്കുമ്പോൾ ഉടനെ ടീച്ചർ ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ആദ്യം പോയി ടീച്ചർ ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചിട്ട് എന്നെ പഠിപ്പിക്കുമെന്ന് ആരും പറയാറില്ല. അപ്പം ഒരു ലൈവിൽ ഒരു കാര്യം പറയുമ്പോൾ നീ ഉണ്ടോ, നീ ശരിയാണോ എന്നുള്ള ചോദ്യങ്ങൾ ഇതിനകത്ത് ഒരിക്കലും നമുക്ക് പറയാൻ പാടില്ല. ഒരാളിത് പറയണം. പറഞ്ഞെങ്കിലേ ഇത് ജനങ്ങൾ കേൾക്കത്തുള്ളൂ, കേട്ടെങ്കിലേ നിങ്ങൾ പ്രവേശിക്കത്തുള്ളൂ. അപ്പോൾ ദൈവരാജ്യം പ്രസംഗിക്കണം ഓരോ കർത്തദാസന്മാരും, കേരളത്തിലെ എല്ലാ ശുശ്രൂഷകന്മാരും. ഈ കോവിഡ് കാലം കഴിഞ്ഞ് ഇനി ആദ്യമായിട്ട് നിങ്ങൾ സഭയിലെത്തുമ്പോൾ നിങ്ങളുടെ നാവിൽ ഉണ്ടാകേണ്ട മെസ്സേജ് ദൈവരാജ്യത്തിൻ്റെ മെസ്സേജ് ആയിരിക്കണം. നിങ്ങളുടെ ചർച്ചിലുള്ള ആളുകളെ ആദ്യം നിങ്ങളുടെ സംഘടനയിൽ നിന്ന് ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുപോകണം. നിങ്ങളിൽ സഭയിൽ ആരും ദൈവരാജ്യത്തിൽ പോയിട്ടില്ല. സത്യമാണ്. കാരണം ദൈവരാജ്യത്തിൻ്റെ പ്രവേശനം പള്ളി പ്രവേശനം പോലല്ല. സ്നാനപ്പെടുമ്പോൾ നിങ്ങൾ എക്ലീഷ്യയുടെ ഭാഗമാകത്തേ ഉള്ളൂ. രക്ഷിക്കപ്പെടുന്നത് അവൻ സഭയോട് ചേർത്തുകൊണ്ടിരുന്ന, സഭയോട് ചേരാൻ സ്നാനപ്പെടണം. പക്ഷെ ദൈവരാജ്യം സ്നാനത്തിൻ്റെ ക്വാളിഫിക്കേഷൻ അല്ല മൂവ് ചെയ്യുന്നത്. ദൈവരാജ്യത്തിൻ്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് ബോൺ അഗെയിൻ എന്നൊരു റെവലേഷൻ. വീണ്ടും ജനിച്ചാതെ ദൈവരാജ്യം പ്രവേശിക്കത്തില്ല. അത് സ്നാനവുമായിട്ട് ബന്ധമൊന്നുമില്ല. അതൊരു റിസറക്റ്റഡ് ലൈഫാണ്. That is a life with Jesus Christ. That is a higher kind of life. That is Zoe life. Kingdom life is equal to Zoe life. അത് നമ്മുടെ ഈ ബ്ലഡിൽ ഒഴുകുന്ന ജീവനിൽ ജീവിക്കുന്നതല്ല. നമ്മുടെ ബ്ലഡിൽ ജീവനല്ല. ജീസസ് പറഞ്ഞൊരു വാചകമുണ്ട്, ഞാൻ എൻ്റെ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ നിങ്ങളും എൻ മൂലം ജീവിക്കും. സോ ഐ ആം ലിവിങ് വിത്ത് മൈ ഫാദർ. ദാറ്റ് ലൈഫ് നമുക്ക് ക്രൂശി കാണാൻ പറ്റും.
അതേ ജീവനാണ് നമ്മൾ കുരിശി കാണുന്നത്. ഗെത്സമന മുതൽ ഗോൽഗോഥ വരെ ഒരു പുരുഷ ശരീരത്തിലുള്ള രക്തങ്ങളെല്ലാം ഓരോ തുള്ളിയും വാർന്നൊഴുകി. കുരിശിൽ കിടക്കുമ്പോൾ ഓൾമോസ്റ്റ് കർത്താവ് ട്രെയിൻ ഔട്ടാണ്. അവൻ്റെ ബ്ലഡ് എല്ലാം ഒഴുകിപ്പോയി. ഒരു രക്തവുമില്ല. എനിക്ക് തോന്നുന്നു അല്പം മാത്രം രക്തം. കാരണം മരിച്ച ശേഷം യേശുവിൻ്റെ വിലാപ്പുറത്തേക്ക് കുത്തുമ്പോൾ രക്തവും വെള്ളവും കൂടെ അല്പം മാത്രം ഒഴുകി വരിക. എല്ലാ രക്തവും ട്രെയിൻ ഔട്ടായി പുറത്തു പോയിട്ടും 7 മണിക്കൂർ മരിക്കാതെ കിടക്കുകയാണ്. അടുത്ത ചോദ്യം, ബ്ലഡ് ഒഴുകിപ്പോകുന്നവൻ അവൻ ബോധരഹിതനാകണം. ബ്ലഡ് ഒഴുകിപ്പോകുന്നവൻ അവൻ കോൺഷ്യസ് നഷ്ടപ്പെടും. പിന്നെ അവൻ സംസാരിക്കാൻ പറ്റില്ല. ചില മിനിറ്റുകൾ കഴിയുമ്പോൾ, അരമണിക്കൂർ കഴിയുമ്പോൾ മരിക്കും. നമ്മൾ കണ്ടിട്ടില്ലേ അപകടങ്ങളൊക്കെ നടക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞാൽ അരമണിക്കൂറുടെ മുമ്പ് കൊണ്ടുവന്നിരുന്നെങ്കിൽ ആൾ രക്ഷപ്പെടുമായിരുന്നു. കാരണം രക്തമെല്ലാം വാർന്നുപോയി. ഇവിടെ ഒരു അപകടത്തിൽ ആൾ അരമണിക്കൂറിന് മരിക്കുമ്പോൾ ശരീരത്തിലെ രക്തം മുഴുവൻ ഗെത്സമന മുതൽ വാർന്നു പോയിട്ടും കുരിശിൽ ഒരാൾ മരിക്കാതെ കിടക്കുന്നു. അടുത്ത ചോദ്യം, ഇപ്പോൾ യേശുവിൻ്റെ ഉള്ളിലൂടെ ഒഴുകുന്ന ആ ജീവൻ ഏത് ജീവനാണ്? യേശു ജീസസ് സ്പിരിറ്റിനെ ആശ്രയിച്ച് 7 മണിക്കൂർ കിടക്കുക, സംസാരിക്കുക, രാജകുമാരനായി കിടക്കുക. അവിടെയാണ് യേശു ക്രിസ്തു ആ ജീവൻ. ആ ജീവനാണ് ദൈവരാജ്യത്തിന്റെ ജീവൻ. ആ ജീവൻ, നിങ്ങൾ ശ്രദ്ധിക്കൂ, ദൈവരാജ്യത്തിനകത്ത് രോഗമില്ല, ദൈവരാജ്യത്തിനകത്ത് പരാജയമില്ല, ദൈവരാജ്യത്തിനകത്ത് തോൽവിയില്ല, ദൈവരാജ്യത്തിനകത്ത് ഭിന്നതയില്ല, അസൂയയില്ല, പകയില്ല, പിണക്കമില്ല, ജാരശങ്കയില്ല, കോപമില്ല, ക്രോധമില്ല, മനുഷ്യഹത്യയില്ല, അഹങ്കാരമില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആളുകളുടെ ഇടയിൽ കാണുന്ന ഒന്നും ദൈവരാജ്യത്തിലില്ല. അപ്പം നിങ്ങൾ രാജ്യത്തിലാണോ ഇല്ലയോ എന്ന് നിങ്ങളുടെ ബിഹേവിയർ വെച്ച് തന്നെ തീരുമാനിക്കുക. അതാ ഞാൻ പറഞ്ഞത്, നമ്മളെല്ലാം എക്ലീഷയുടെ ഭാഗമായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് വരെ കിങ്ഡത്തിന്റെ സിറ്റിസണായിട്ട് വളർന്നിട്ടില്ല. നമ്മളെ ചർച്ചിലെ വിശ്വാസികളാക്കി ഒതുക്കി നിർത്തിയിരിക്കുക ആട്ടിൻകൂട്ടമാണ്. എന്തുകൊണ്ടാണെന്ന് അറിയാം ഈ ആട്ടിൻകൂട്ടം എന്ന് വിളിക്കുന്നത്? യേശു ക്രിസ്തു വിളിച്ചിട്ടുണ്ട്. പുതിയ നിയമസഭയ്ക്കകത്ത് വരുന്ന വിശ്വാസിയൊന്നും ആട്ടിൻകൂട്ടമല്ല. ആട്ടിൻകൂട്ടത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആട്ടിൻകൂട്ടത്തിന് ഒരിക്കലും നേതാക്കന്മാരില്ല. തോന്നിയ വഴി പോകുന്ന ലോകത്തിലെ ഏറ്റവും ഒരു ജന്തുവാണ് ഈ ആടെന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാമോ, നായ്ക്കൾക്ക് പോലും ഒരു ലീഡറുണ്ട്, എറുമ്പിന് ലീഡറുണ്ട്, എലിക്ക് ലീഡറുണ്ട്, ലോകത്തിലെ എല്ലാ ക്രീച്ചേഴ്സിനും ലീഡറുണ്ട്. ലീഡർ ഇല്ലാത്ത ഒരൊറ്റ ക്രീച്ചറേ ഉള്ളൂ, അത് ആടാണ്. അങ്ങനെ തോന്നും വഴി പോകുന്ന വഴി പോകുന്നിടം പിയോ എന്ന് പറയുന്ന ഗ്രൂപ്പാണ് ഈ ആട്ടിൻകൂട്ടം. അങ്ങനെ ഒരു ആട്ടിൻകൂട്ടമാക്കി നമ്മുടെ ക്രിസ്ത്യാനിയെ ചർച്ചിലെ ആളുകളെ വെച്ചേക്കുക, ഇടയനും ആടും. ഞാൻ തുറന്നു പറയുന്നു, ആ നിൽക്കുന്ന എക്ലീഷ്യയിലെ മെമ്പറിനെ ആടുമായിട്ടല്ല ഉപമിക്കേണ്ടത്. അവർ സിറ്റിസൺസാ, ലീഡേഴ്സാ, ഫോളോവേഴ്സ്. ആരായിട്ട് മാറണം? അവർ വരുമ്പോൾ ഫോളോവേഴ്സായിട്ട് വരണം, ഫോളോവേഴ്സ് ലീഡേഴ്സായി മാറണം. ഇതാണ് ചർച്ചിന്റെ അജണ്ട. ഓരോ ഫോളോവേഴ്സ്, അവൻ വന്നപ്പോഴേ ഫോളോവർ, ജീവിതം ഫോളോവർ, 30 വർഷം കഴിഞ്ഞപ്പോൾ ഫോളോ, 65-ാം വയസ്സിലും ഫോളോവർ, അവസാനം ചാവുക. എന്തിനാ അങ്ങനെ ജീവിക്കുന്നത്? യേശു ക്രിസ്തുവിന്റെ കൂടെ 3.5 വർഷം ഫോളോ ചെയ്തവൻ 3.5 വർഷം കഴിഞ്ഞപ്പോൾ ലീഡറായി. സോ ഫോളോവേഴ്സ് എന്തായി മാറണം? ലീഡേഴ്സായി മാറണം. ഇതായിരിക്കണം നമ്മുടെ ചർച്ചിന്റെ അജണ്ട. ഒരു വിശ്വാസി കൊണ്ട് വരുന്നു, അവൻ വരുമ്പോഴും വിശ്വാസി, വളരുമ്പോൾ വിശ്വാസി, 65-ാം വയസ്സിൽ വിശ്വാസി, 90-ാം വയസ്സിൽ വിശ്വാസി, ചാകുമ്പോഴും വിശ്വാസി. എന്ത് പ്രയോജനം? ദ ഫോളോവേഴ്സ് എന്തിനാ ഫോളോ ചെയ്യുന്നത്? ഗുരുവിനെ പോലാകുന്നത് ശിഷ്യന് മതി എന്ന് പറഞ്ഞുകൊണ്ടായി ഫോളോ ചെയ്യുന്നത്. കുറേ നിമിഷം കഴിയുമ്പോൾ നമ്മൾ ക്രൈസ്റ്റിന്റെ ഓരോ ഉപയോഗമുള്ള ലീഡർ, ഓരോ ആളുകളും ലീഡേഴ്സാണ്. ഇത് പറയുമ്പോൾ നമ്മുടെ സഭ, നമ്മുടെ പാസ്റ്റേഴ്സ് ആദ്യം ഇൻസെക്യൂരിറ്റിയിലേക്ക് പോവുകയാണ്. നമ്മുടെ ലീഡേഴ്സിന് ഇൻസെക്യൂരിറ്റി വരിക. സഭയിലെ 100 പേര് ലീഡേഴ്സ് ആകുന്നു എന്ന് പറഞ്ഞാൽ പാസ്റ്റർ പറയും, പിന്നെ ഞാൻ എന്തിനാ, എൻ്റെ കാര്യം എന്തുവായി? ഭയപ്പെടരുത്. ഒരു ലീഡറിന്റെ പ്രത്യേകത, അദ്ദേഹത്തിന്റെ കൂടെ വരുന്നവരെ മൊത്തം ലീഡർ, പിറകിൽ വരുന്നവരെ ലീഡേഴ്സ് ആക്കുന്നതാണ് ലീഡർ. ഇഫ് ഐ എം മേക്കിംഗ് ദ ഫോളോവേഴ്സ് ലീഡർ, ഐ എം നോട്ട് എ ലീഡർ അറ്റ് ഓൾ. എന്നെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലീഡർ അല്ല. ഐ എം എ മാനിപ്പുലേറ്റർ. ഞാൻ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്. ഇഫ് ഐ എം മേക്കിംഗ് യു ലീഡർ, ഐ എം എ ട്രൂ ലീഡർ. എനിക്ക് നല്ല ബോൾഡായിട്ട് പറയാൻ പറ്റും. ദോസ് ഹു ആർ കമ്മിങ് ആഫ്റ്റർ മീ, എൻ്റെ കൂടെ നിൽക്കുന്നവരെല്ലാം, ഓൾമോസ്റ്റ് എല്ലാവരും ലീഡർഷിപ്പിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്ത് കഴിഞ്ഞു. സോ ദർ ഇസ് നോ, കാരണം എന്നെക്കാൾ ഒരാൾ ഉപയോഗിക്കപ്പെടുന്നെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എനിക്ക് ഇൻസെക്യൂരിറ്റി പ്രോബ്ലം ഇല്ല. കാരണം
എൻ്റെ ദൗത്യം ചെയ്യാൻ ഭൂമിയിൽ ഒരുത്തിനും പറ്റില്ല. എൻ്റെ റെസ്പോൺസിബിലിറ്റിയെ പൂർത്തിയാക്കാൻ ലോകത്തിൽ ആർക്കില്ല. എൻ്റെ ഐഡിയയുമായിട്ട് വേറൊരാൾക്ക് ഭൂമിയിൽ ഇറങ്ങാൻ പറ്റില്ല. എൻ്റെ തമ്പ്രിൻ്റുള്ള ഒരാൾ ലോകത്തിലില്ല. ഞാൻ വിഷയത്തിൽ നിന്ന് തിരിച്ചു വരിക. ലീഡേഴ്സ്. അപ്പം ക്രൈസ്റ്റ് പ്രസംഗിക്കുകയാണ്, കർത്താവിൻ്റെ ഞാൻ അതുകൂടെ പറഞ്ഞത്, ദൈവരാജ്യം പ്രസംഗിക്കണം, ദൈവരാജ്യം പ്രസംഗിക്കണം. പ്രസംഗിക്കാതെ ജനങ്ങൾ മാറത്തില്ല. നിങ്ങൾ പറയണം, നിങ്ങളുടെ നടുവിൽ നിന്ന് വേൾഡിനെ ചേഞ്ച് ചെയ്യുന്നവർ എഴുന്നേറ്റ് വരും. ഓരോ ചർച്ചിലെ വിശ്വാസിയുടെ കാതിൽ മുഴങ്ങേണ്ട ശബ്ദം. നിങ്ങൾ കൊറോണയുടെ കാലം അതാ തെളിയിക്കുന്നത്. ഇന്ന് ക്രിസ്ത്യാനി ഇന്ത്യയിൽ ഉപയോഗശൂന്യമായ ഒരു വേസ്റ്റ് പേപ്പർ പോലെയാണ് ടുഡേയ്സ് ക്രിസ്ത്യാനിറ്റി എല്ലാ മതങ്ങളെ പോലെ ഉപയോഗശൂന്യമാണ്. ഞാനും നിങ്ങളും നിൽക്കുന്ന ക്രിസ്ത്യാനിത്വം വേസ്റ്റ് പേപ്പറിൻ്റെ അത്തരം പോലും വാല്യൂ ഇല്ല. എന്ത് ഗുണം? അമ്പലം അടച്ചു, മോസ്ക് അടച്ചു, പള്ളി അടച്ചു, സഭാ ഹാൾ അടച്ചു, ഫെയ്ത്ത് ഹോം അടച്ചു, ഓഡിറ്റോറിയം അടച്ചു, പ്രാർത്ഥന ടെൻ്റ് അടച്ചു, കൂടാരം അടിച്ചു, എല്ലാം അടച്ചു. കഴിഞ്ഞ 4 മാസമായിട്ട് ദൈവം തമ്പുരാൻ ആരാധിക്കാൻ നമ്മെ വിളിച്ചിരിക്കുന്നു എന്നാ ദൈവത്തിൻ്റെ പദ്ധതിയെങ്കിൽ ദൈവം തമ്പുരാൻ ഇപ്പോൾ ദേഷ്യം വരണ്ടേ? 4 മാസമായിട്ട് ആരാധന വരുന്നില്ല. 4 മാസമായിട്ട് ആരാധനയില്ല. ദൈവത്തിന് ആകെ പ്രാന്തറകി സുനാമി അയക്കണ്ടേ? നിങ്ങൾക്കറിയാമോ, ഈ ലോക ചരിത്രത്തിൽ ദൈവം ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടിരുന്ന മാസങ്ങളാണ് കഴിഞ്ഞ 3 മാസം. ഭയങ്കര ട്രിനിറ്റിക്കകത്ത് ഏറ്റവും വലിയ ആനന്ദവും സന്തോഷമുള്ള മാസമായി 3 മാസം. കാരണം വേദോസത്തിൽ വാക്യമുണ്ട്, നിങ്ങളുടെ സഭായോഗങ്ങളെ ഞാൻ വെറുക്കുന്നു. നമ്മുടെയൊക്കെ സഭായോഗങ്ങളെ വെറുത്ത് ദൈവം. ഈ കാലഘട്ടം ഒരു പുനർവിചിന്തനത്തിൻ്റെ കാലഘട്ടമാണ്. ഇത് ചിന്തിച്ച് നിങ്ങൾ മാറേണ്ട കാലഘട്ടമാണ്. സത്യത്തിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് നാം പുറത്തു വരേണ്ട കാലഘട്ടമാണ്. നമ്മുടെ ഒറിജിനൽ പർപ്പസിലേക്കും ഒറിജിനൽ ദൈവികമായ ഫംഗ്ഷനിലേക്കും നമ്മൾ സ്റ്റെപ്പിൻ ചെയ്യേണ്ട സമയമാണിത്. നിങ്ങളിത് മറക്കരുത്. ദൈവം അതിനായിട്ട് നമ്മെ ഒരുക്കുകയാണ്. കർത്താവ് നമ്മെ അതിനു വേണ്ടി തന്നെ ഒരുക്കുകയാണ്. ഓക്കെ, ഞാൻ ആ വാക്യത്തെ തിരിച്ചു വരികയാണ്. പ്രസംഗിക്കാനായിട്ട് ഇദ്ദേഹത്തെ വിടുകയാണ്. വിടുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ചേഞ്ച് യുവർ മൈൻഡ്. അപ്പം മൈൻഡിനെ നമ്മൾ പഠിക്കുന്നത് എവിടെയാണ് പാണ്ടേ? ഇറ്റ്സ് നോട്ട് കോൺഷ്യസ് മൈൻഡ്, ഇറ്റ്സ് സബ് കോൺഷ്യസ് മൈൻഡ്. ഇൻട്രൊഡക്ഷൻ ഇങ്ങനെ ദൂരെ പോയി കഴിഞ്ഞാൽ മെസ്സേജിലേക്ക് പോകാൻ പറ്റില്ല. നമ്മുടെ തിയോളജിയൻസ് ഇതിനകത്തുണ്ടേ പറയും കാട് കയറുക അല്ല കേട്ടോ, കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ അങ്ങനെ പോകുന്നതേ ഉള്ളൂ. മൈൻഡ് എന്ന് പറഞ്ഞാൽ ഡിസിഷനാണ്, റെസ്പോൺസാണ്. നമ്മുടെ ആക്ടിവിറ്റീസ്, എക്സ്പീരിയൻസ്, ദീസ് ഓൾ തിങ്സ് ബേസ്ഡ് ഓൺ ദ സെൻസസ്, ദീസ് ഓൾ ആർ മൈൻഡ്. രണ്ടാമത്തെ സബ്കോൺഷ്യസ് മൈൻഡിനെ ബൈബിൾ വിളിക്കുന്നത്, ഉപബോധ മനസ്സിനെ ബൈബിൾ വിളിക്കുന്നത് ഹാർട്ട് എന്നാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. ഹാർട്ട് ബൈബിളിൽ എവിടെയെല്ലാം ഹാർട്ട് എന്ന് ഉണ്ടോ, ഇന്ന് നിങ്ങൾക്കൊരു അസൈൻമെൻറ്റ് ഞാൻ തരിക, പോയി നോക്കിയാൽ വലിയൊരു അത്ഭുതകരമായൊരു പഠനമാണ്. എവിടെയൊക്കെയാണ് ബൈബിളിൽ ഹാർട്ട് എന്ന് എഴുതിയിരിക്കുന്നത്, ഹൃദയം എന്ന് എഴുതിയിരിക്കുന്നിടത്ത് നിങ്ങൾ അതിൻ്റെ താഴെ ഒരു സബ് നോട്ട് എഴുതിയാൽ മതി, ഒരു NB എന്നിട്ട് വേണം, സബ് കോൺഷ്യസ് മൈൻഡ്. ഈ ഹാർട്ട് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോക്ടറിന് ഇരിക്കുന്നത്, ഞാനത് പറഞ്ഞത്, ഡോക്ടറിന് ഒരാൾ എങ്ങനെയാണ് കറക്റ്റ് ആകുന്നതെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ പോയത്. ഡോക്ടറിൻ ഇരിക്കുന്നത് ഹാർട്ടിലാണ്. ഹാർട്ട് ഈസ് അവർ ഡോക്ടറിൻ. നമ്പർ 2, ഹാർട്ട് ഈസ് അവർ ബിലീവ് സിസ്റ്റം. തേർഡ് വൺ, ഹാർട്ട് ഈസ് ദ സ്റ്റോറേജ് ഓഫ് ഓൾ അവർ എസൻസ്. നമ്മൾ ഈ മനുഷ്യൻ എന്ന നിലയിലുള്ള ടോട്ടൽ എസൻസിൻ്റെ സ്റ്റോറേജ് ആണ് ഹാർട്ട്. ഒരാളുടെ ബിലീവിങ് സിസ്റ്റം ഇരിക്കുന്നത് ഹാർട്ടാണ്. ആ ഹാർട്ട് എന്നതിൻ്റെ അർത്ഥം നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ സംവിധാനം, യുവർ ഡോക്ട്രിൻ, ദ റെഗുലേഷൻ ഓഫ് യുവർ ലൈഫ്. മലയാളത്തിൽ ആ വാക്കുകളൊന്നും എനിക്ക് അറിയാൻ പറ്റും. ഇവിടെ ഒരു സ്റ്റുഡൻറ്റ് പറഞ്ഞായിരുന്നു മലയാളം പറയണമെന്ന്. ചില വാക്കുകൾ മലയാളത്തിൽ എനിക്ക് അറിയത്തില്ല, ഇംഗ്ലീഷും അറിയത്തില്ല, അത് വേറെ കാര്യം. അറിയാമെന്നൊക്കെ അങ്ങ് പറയുന്നതേ ഉള്ളേ കേട്ടോ. ഓക്കെ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലാണ് നമ്മൾ പഠിച്ച കാര്യങ്ങളും നമ്മൾ കോൺഷ്യസ് അല്ലാതെ ചെയ്യുന്ന സകല കാര്യങ്ങൾ. നമ്മുടെ ഫിയർ, ഒത്തിരി ആൾക്ക് ഭയമുണ്ട്. ആ ഭയം ഒരിക്കലും കോൺഷ്യസ് അല്ല. ഭയം എപ്പോഴും സബ് കോൺഷ്യസ് ആണ്. ഫിയർ ഓഫ് ലൈഫ്, ഫിയർ ഓഫ് മാരേജ്, ഫിയർ ഓഫ് ഒരു ഔട്ടർ റിപ്പോൺ ഫിയർ ഓഫ് സോ മെനി ഫിയേഴ്സ് ആർ ദെയർ. ഫിയർ ഓഫ് ഹെൽ, ഇതെല്ലാം എവിടെ കിടക്കുന്നത്? ഡീപ്പ് ഫിയർ നമ്മുടെ ഹാർട്ടിൻ്റെ മാറ്ററാണ്. ഇറ്റ്സ് എ മാറ്റർ ഓഫ് ഹാർട്ട്. നമ്മുടെ എല്ലാ ബിഹേവിയർ, സകല സ്വഭാവവും ഈസ് ഫ്രം ദ ഹാർട്ട്. അപ്പം നിങ്ങളുടെ നേച്ചർ, ആ നേച്ചർ ഇരിക്കുന്നത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലാണ്.
നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിലായിരുന്നെങ്കിൽ എന്നേ ഇത് മാറാൻ പറ്റുമായിരുന്നു. നമുക്കിത് മാറുന്നില്ല. അപ്പം മനസ്സ് മാറുക എന്ന് പറയുമ്പോൾ കർത്താവ് ഉദ്ദേശിച്ചത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ എം ടി ആക്കിയിട്ട് കിങ്ഡം മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ വരിക. അതുകൊണ്ടാണ് നീതിമാന്മാരുടെ ബോധ്യത്തിലേക്ക് നയിക്കാൻ. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരു വാക്യം ഇങ്ങനെയാണ്: അവൻ അപ്പന്മാരുടെ ഹൃദയത്തെ മക്കളോടും മക്കളുടെ ഹൃദയത്തെ അപ്പന്മാരോടും നിരപ്പിക്കും, എന്നിട്ട് നീതിമാന്മാരുടെ ബോധത്തിലേക്ക് നയിക്കും. കിങ്ഡം ഓഫ് ഗോഡിന്റെ ഇൻട്രൊഡക്ഷൻ പ്രസംഗിക്കാൻ വന്ന പ്രൊഫറ്റിന്റെ മിനിസ്ട്രിയാണ് ടു ടേൺ ദ പീപ്പിൾ ഇൻ ടു ദ മൈൻഡ് സെറ്റ് ഓഫ് ദ റൈച്ചസ്നസ്. മൈൻഡ് സെറ്റ് ഓഫ് ദ റൈച്ചസ്നസ്. സോ ദ മൈൻഡ് സെറ്റ് ഓഫ് ദ റൈച്ചസ് എന്ന് പറഞ്ഞാൽ അവിടെ കൊടുത്തിരിക്കുന്ന പദം എന്ന് പറഞ്ഞാൽ ഫ്രനോസിസ്. ഫ്രനോസിസ് എന്ന് പറഞ്ഞാൽ എ കൈൻഡ് ഓഫ് വിസ്ഡമാണ്. ഞാനൊന്നുകൂടെ പറയാം. സോഫിയ, സുനേസിസ് ആൻഡ് ഫ്രനോസിസ്, ഇതൊക്കെ 3 ഗ്രീക്ക് വാക്കുകളാണ്. സോഫിയ എന്ന് പറഞ്ഞാൽ ജനറൽ തിയററ്റിക്കൽ വിസ്ഡം, തിയററ്റിക്കൽ വിസ്ഡം. സുനാസിസ് എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ വിസ്ഡം, തിയോളജിക്കൽ വിസ്ഡം. സുനാസിസ്. ഫ്രനോസിസ് എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ വിസ്ഡം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്രാക്ടിക്കൽ വിസ്ഡം. സോഫിയ, സുനേസിസ് ആൻഡ് ഫ്രനോസിസ്. ഫ്രനോസിസ് എന്നത് മലയാളത്തിൽ വേറൊരു പറഞ്ഞത് വിവേകം. വിവേകം എന്നതിന് കൊടുത്തിരിക്കുന്നത് ഫ്രനോസിസ്. ഫ്രനോസിസ് മീൻസ് പ്രാക്ടിക്കൽ വിസ്ഡം. പ്രാക്ടിക്കൽ വിസ്ഡം, അതായത് ദ മൈൻഡ് സെറ്റ് ഓഫ് ദ റൈച്ചസ് മീൻസ് ദ ഫ്രനോസിസ് ഓഫ് ദ റൈച്ചസ്. അതായത് ദാറ്റ് ഈസ് ദ മാറ്റർ ഓഫ് ദ ഹാർട്ട്. ദാറ്റ് ഈസ് നോട്ട് അവരുടെ കോൺഷ്യസ് മൈൻഡിലുള്ളതല്ല, ഒരു മൈൻഡ് സെറ്റാണത്. നോബഡി ക്യാൻ ചേഞ്ച് ഇറ്റ്. ആകാശം ഇടിഞ്ഞു വീണാലും അത് ജീസസിനെ നമുക്കറിയാം. ജീസസിന് ആ മൈൻഡ് സെറ്റായിരുന്നു. ജീസസ് ആ ഫ്രനോസിസിലാണ് മൂവ് ചെയ്തത്. ദാറ്റ്സ് വൈ കാറ്റും കോളും തിരമാലയും എല്ലാം വന്നു, കൂട്ടുള്ളവരെല്ലാം കൂടെ നലറി കൂട്ടും. യേശു അമരത്ത് തലവെച്ച് ഉറങ്ങിയതിൻ്റെ കാരണം ബോധം കിട്ടി ഏതോ ഗുളിക കൊടുത്തത് കൊണ്ടല്ല, ഗുളിക കൊടുത്ത് ഉറക്കിയതല്ല. അതാണ് അവൻ്റെ മൈൻഡ് സെറ്റ്. അവൻ്റെ മൈൻഡ് സെറ്റിൽ ഫിയർ എന്നൊരു സംഭവം ഇല്ല. അവൻ്റെ മൈൻഡ് സെറ്റിൽ വെള്ളത്തിൽ മുങ്ങുക എന്നൊരു സംഭവം പ്രോഗ്രാം ഇല്ല. അവൻ്റെ മൈൻഡ് സെറ്റിൽ എത്താൻ പറഞ്ഞാൽ എത്തിയിരിക്കണം. കാരണം അവൻ മൂവ് ചെയ്യുന്നത് ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫ്രനോസിസിലാണ്. ഈ ദൈവത്തിൻ്റെ വിസ്ഡം എന്ന് നമ്മൾ പഠിക്കുമ്പോൾ there are so many higher kind of definitions അതിനകത്തുണ്ട്, ഡയമെൻഷൻസ് ഉണ്ട്. നമുക്കറിയാം ഈ ഭൂമി നിൽക്കുന്നത് ദൈവത്തിൻ്റെ വിസ്ഡത്തിലാണെന്ന് അറിയുന്നത്. ദൈവം തൻ്റെ ജ്ഞാനത്താൽ ഇവയൊക്കെ ഉണ്ടാക്കിയെന്ന് വായിക്കുന്നത് നമ്മൾ സിമ്പിളായിട്ട് വായിക്കും. പക്ഷേ ദാറ്റ് ഈസ് എ ഹയർ ഡയമെൻഷൻ. ആ ഡയമെൻഷനിലാണ് ഈ വേൾഡ് നിൽക്കുന്നത്. ഈ വേൾഡ് ഇങ്ങനെ ഫംഗ്ഷൻ ആകുന്നത്, കൃത്യമായിട്ട് ഇത് ഫംഗ്ഷൻ ആകുന്നത് ദൈവത്തിൻ്റെ വിസ്ഡമാണ്. ദാറ്റ് ഈസ് ദ ഫ്രനോസിസ് ഓഫ് ഗോഡ്. ദാറ്റ് ഈസ് ദ സെറ്റിംഗ് ഓഫ് ഗോഡ്. സോ നമ്മുടെ സബ് കോൺഷ്യസിനകത്ത് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഈ ഫ്രനോസിസ് ആണ്, ദ മൈൻഡ് സെറ്റ് ഓഫ് ദ റൈച്ചസ്. സോ ദാറ്റ്സ് വൈ, അതുകൊണ്ടാണ് യോഹന്നാന്റെ മിനിസ്ട്രിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? നമ്മൾ ഈ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നീതിമാന്മാരുടെ ബോധത്തിലേക്ക് നടത്തുക അന്ന് അങ്ങനെയാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ എന്താ? നീതിമാന്മാരുടെ മൈൻഡ് സെറ്റിലേക്ക് നയിക്കുക. അതിൻ്റെ അർത്ഥം എന്താ? നീതിമാന്മാരുടെ സബ് കോൺഷ്യസ് ലെവലിലേക്ക് അവരെ നയിക്കുക. വേറൊരർത്ഥം പറഞ്ഞാൽ നീതിമാന്മാരുടെ ഹാർട്ടിലേക്ക് ജനത്തെ നയിക്കുക. ദാറ്റ് മീൻസ് ചേഞ്ചിങ് ഹാർട്ട് എന്ന് പറയുന്നതാണ് യോഹന്നാന്റെ ഏറ്റവും വലിയ മിനിസ്ട്രി. സോ അവൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിനെ ചേഞ്ച് ചെയ്യുക, അവൻ്റെ ഫ്രനോസിസിനെ ചേഞ്ച് ചെയ്യുക. അപ്പം നമ്മൾ പ്രതികൂലങ്ങൾ വരുമ്പോൾ ചില ആളുകൾ ഭയപ്പെടാറേ ഇല്ല. എന്താണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് അവരുടെ സെറ്റിംഗ് ആണ്, മൈൻഡ് സെറ്റാണ്. സോ നമ്മുടെ മൈൻഡ് സെറ്റ് ഒരു റൈച്ചസ് മൈൻഡ് സെറ്റ് ആണോ, വി വിൽ ആക്ട് ലൈക്ക് ജീസസ്. നമ്മുടെ മൈൻഡ് നമ്മുടെ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ. വായിച്ചിട്ടില്ലേ? ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നു. ഇതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്ന ബൈബിളിൽ വാക്യമുണ്ട്. വാട്ട് ഈസ് ദ മീനിങ്? ക്യാൻ യു ബിലീവ്? ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? വാട്ട് ഈസ് ദ മൈൻഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്? ഇതാണ് ഈ ഫ്രനോസിസ്. അപ്പം നമ്മുടെ മൈൻഡ് എന്ന് പറയുമ്പോൾ ചുമ്മാ പറഞ്ഞ ചിന്തകളല്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ വിസ്ഡം. വിസ്ഡം എന്ന് പറഞ്ഞാൽ എന്താ? പ്രാക്ടിക്കൽ നോളജ് ഓഫ്, നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തതിൻ്റെ പ്രാക്ടിക്കൽ സൈഡാണ് വിസ്ഡം. അപ്പം കാര്യങ്ങളെ പ്രാക്ടിക്കലായിട്ട് അപഗ്രഥിക്കാനുള്ള ഒരു സബ്ജക്റ്റീവ് മോഡാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലിരിക്കുന്നത്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം നമ്മളിൽ നിന്ന് ഒരു നല്ലത് വന്നാൽ അത് നമ്മുടെ ഹാർട്ടിൻ്റെ പ്രത്യേകതയാണ്. ഞാൻ കുറച്ചുകൂടെ വേഗത്തിൽ പോവാം, ഒന്നുകൂടെ പറയാം. നമ്മുടെ മൈൻഡ്, അതായത് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്
റിഫ്ലെക്സീവ് ആണ്. റിഫ്ലെക്സീവ് മീൻസ് സാവധാനയോടെ എന്ന് പറഞ്ഞാൽ എന്തുവാ, പതുക്കെ അനലൈസ് ചെയ്യും. ഇഫ് പേഴ്സൺസ് ദോസ് ഹു ആർ ലിവിങ് കോൺഷ്യസ് എന്ന് പറയുന്നത്, കോൺഷ്യസ് എന്ന് പറയുന്നത് റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാവധാനതയോടെന്നുള്ളൊരർത്ഥമാണ്. അതായത് ചെയ്ത് കണ്ട് വേണോ വേണ്ടയോ ചെയ്യണോ ചെയ്യണ്ടായോ ഈ ചിന്തയിൽ പോവുക. അതൊരു ഒരു ത്വരിതമില്ല, സ്പീഡില്ല. പക്ഷേ നമ്മുടെ ഹാർട്ട് എന്ന് പറയുന്നത് റിഫ്ലക്റ്റീവാണ്. ഈ വാക്കുകൾ റിഫ്ലെക്സീവ് ആൻഡ് റിഫ്ലക്റ്റീവ്. അവർ മൈൻഡ് ഈസ് റിഫ്ലെക്സീവ്. നമ്മളിപ്പോൾ നമ്മുടെ മൈൻഡിൽ സാധാരണ കോൺഷ്യസ് മൈൻഡിൽ പോയാൽ നമുക്ക് സ്പീഡ് കുറവാണ്, നമ്മളൊരു കാര്യം ചെയ്യത്തില്ല. നമ്മൾ രോഗികളെ സൗഖ്യമാക്കാൻ പോകുമ്പോൾ ഏതിലാണ് പോകുന്നത്? നമ്മുടെ രോഗശാന്തി എന്നാ നടക്കാത്തത്. ആലോചിച്ചിട്ടില്ലേ? ഞാനും ഒത്തിരി ആലോചിച്ചിട്ടുണ്ട്. യേശു പറഞ്ഞ അതേ വാക്യം മർക്കോസ് 16-15 എടുത്ത് കൈവച്ച് പ്രാർത്ഥിച്ച്, അത് താഴോട്ട് 16-17 വായിക്കുമ്പോൾ കൈവച്ച് പ്രാർത്ഥിച്ച് നിന്റെ കൈവച്ചാൽ സൗഖ്യം വരും, കൈവച്ചാൽ സൗഖ്യം വരും എന്നിട്ട് കൈ തന്നെ വെച്ച് കൈവച്ചിട്ടുണ്ടെന്ന് നമ്മൾ പറയുകയും ചെയ്യും. എന്നിട്ട് സൗഖ്യമാകത്ത എന്താ? നമ്മൾ റിഫ്ലെക്സീവ് മോഡിലാണ്, നമ്മൾ കോൺഷ്യസിലാണ്. കോൺഷ്യസിൽ നമ്മൾ ചിന്തിച്ചും ആലോചിച്ചിട്ടൊക്കെ ചെയ്യത്തുള്ളൂ. ശരിയാവുമോ? നടക്കുമോ? നടക്കത്തില്ലയോ? ഒരു ഉദാഹരണം പറയാം. നമ്മൾ ഈ മദ്യപിക്കുന്നവരെ കണ്ടിട്ടില്ലേ? മദ്യപിക്കുന്ന ആളുകളെ, കുടിയന്മാർ റോഡിലൂടെ നടക്കുമ്പോൾ അവർ, കഥ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല എങ്കിലും കേട്ടിട്ടുള്ളത്, ഈ മയിൽക്കുറ്റിയൊക്കെ ഇരിക്കുന്ന കണ്ടിട്ട് മയിൽക്കുറ്റി വല്ല മനുഷ്യനാന്ന് പറഞ്ഞുകൊണ്ട് വെളുത്ത കളറല്ലേ കാല് മടക്കി അടിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. എഴുന്നേറ്റ് പോടാന്നൊക്കെ പറയും. അവൻ്റെ കാല് വേദനിക്കുമെന്നോ ഇത് കരിങ്കല്ലാണെന്നോ അടിച്ച താഴെ വീഴുമെന്നോ കാല് പൊട്ടിപ്പോകുന്നോ ഒന്നും ഒരു ബോധവും ഇല്ലാതെയാണ് ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നത്? മയിൽക്കുറ്റിയെ തല്ലുക. ഇത് കോൺഷ്യസ് ആണോ? അല്ല. ഈ മദ്യത്തിൽ അവൻ്റെ അകത്തുള്ള മനുഷ്യരോടുള്ള വിരോധമാണ്. അവൻ ആരോ ഹീറോ ആണെന്ന് കാണിക്കുക. അതായത് ഇത് കടിച്ചു കഴിയുമ്പോൾ ഇവൻ്റെ ഉള്ളിൽ എന്ത് തോന്നുക? ഞാൻ ആരാന്നറിയാമോ? ഇയാൾക്ക് ഒരു 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 സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ടായിട്ട് നീ റോഡിൽ ഇരിക്കുന്ന പോടാന്ന് പറയുമ്പോൾ ഇവൻ ഒരു പോലീസുകാരനൊക്കെ ആകുക, അവൻ ആരോ ആകുക, അല്ലെങ്കിൽ ഏതോ ഒരു നേതാവാകുന്ന ഒരു രീതിയിലാകുക ഈ കുടിയൻ. അപ്പം അവൻ്റെ അകത്തെ ആ ഹാർട്ടിൽ, അവൻ്റെ ഉള്ളിൽ, ആ സബ് കോൺഷ്യസിലാണ് അവൻ കാല് മടക്കി ഈ മയിൽക്കുറ്റിയെ തല്ലുന്നത്. അവൻ ഇത് സത്യം കോൺഷ്യസ് ഇവൻ ചെയ്യത്തില്ല. സബ് കോൺഷ്യസിലാകുമ്പോൾ ചിന്തിക്കത്തില്ല, ഓട്ടോമാറ്റിക്കലി അങ്ങ് വർക്കൗട്ട് ചെയ്യുക. കാരണം ഈ സബ് കോൺഷ്യസ് എന്ന് പറയുന്നത് ഒരു ഫ്ലോ ആണ്. സബ് കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ ഹാർട്ട് എന്ന് പറയുന്നത് ഈസ് എ പ്ലേസ് ഓഫ് ഫ്ലോ. അത് ഫ്ലോ ആണ്, അത് ഇവിടുന്ന് ഒഴുകത്തേ ഉള്ളൂ. ഒഴുകുക എന്ന് പറയുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അനലൈസിങ് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ മൈൻഡ് ഈസ് റിഫ്ലെക്സീവ് ആൻഡ് ഹാർട്ട് ഈസ് റിഫ്ലക്റ്റീവ്. റിഫ്ലക്റ്റീവ് മീൻസ് ത്വരിതമാണ്. ആക്ഷൻസ് വെരി ത്വരിതമാണ്. അത് തെറ്റണമെന്നില്ല, അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള രീതിയിൽ നല്ലതാണോ ഇങ്ങനെയൊന്നും ഇന്നില്ല. ഹാർട്ട് ഏത് കണ്ടീഷനാണോ ആ കണ്ടീഷൻ അനുസരിച്ച് ഉടനെ അത് റിഫ്ലക്റ്റീവ് ആവും. നമ്മുടെ പാസ്റ്റേഴ്സ് പറയുന്ന പോലെ ഒരു വാക്യം പറയാം, മനസ്സിലായവർക്കായി സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ട്രൂത്ത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ട്രൂത്ത്. ചേഞ്ച് യുവർ മൈൻഡ്. എന്താണ് മൈൻഡ് നമ്മൾ മനസ്സിലാക്കുക. അപ്പം കീ ടു ദ കിങ്ഡം ഓഫ് ദൈവരാജ്യത്തിലേക്ക് കയറണം. ഇത് പഠിച്ചിരിക്കണം. ഇതിപ്പോൾ നമുക്കെന്ന് പറഞ്ഞാൽ ഞങ്ങളൊന്നും വിദ്യാഭ്യാസം ഇല്ലാത്തവരാ പാസ്റ്ററെ, ഞങ്ങൾക്ക് കഴിവൊന്നുമില്ല, കർത്താവിന് സ്തോത്രം. നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ചെല്ലുമ്പോൾ ആളുകൾ പറയാറുണ്ട്, പാസ്റ്റേഴ്സ് പറയും, നിങ്ങൾ ഇതൊന്നും പറയല്ലേ, ഇവിടുത്തെ ഉള്ളവർക്കൊന്നും വിദ്യാഭ്യാസമല്ല. അതുകൊണ്ടാണ് ഇപ്പോഴും കിഴങ്ങ് പോലെ അവിടെ കുത്തിയിരിക്കുന്നത്. കിഴങ്ങുകളാണ്. 4 പീഡനം വന്നാൽ നോർത്ത് ഇന്ത്യയിലെ സഭയിലെ മിക്കവാറുള്ള നല്ലൊരു ശതമാനം ആളുകളും തിരിച്ചു പോകും. നമ്മൾ ക്രിസ്ത്യാനിത്യത്തെ മതത്തെ ആൾ കൂട്ടാൻ വേണ്ടി ചെയ്യരുത്. യേശു എന്തുകൊണ്ടാണ് പറഞ്ഞേ? ഭൂലോകത്തിലൊക്കെയും പോയി സകല ജാതികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. അടുത്തെന്ത് പറയാ? ആലോചിക്കുന്ന മനസ്സ്. താങ്ക് യു മോബിൻ, താങ്ക് യു, വെരി ഗുഡ്. റിഫ്ലെക്സ് മീൻസ് ആലോചിക്കുന്ന മനസ്സ്. ചിന്തിച്ചേ ചെയ്യത്തുള്ളൂ. ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോൾ നോർത്ത് ഇന്ത്യ ചെല്ലുമ്പോൾ ഉടനെ അവിടെ ആളുകളെ യേശു പറഞ്ഞില്ലേ, സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളു. എന്തിനാ? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കാനാണ്. അല്ലാതെ ഇങ്ങോട്ട് വിളിച്ചു വരുന്ന സ്ഥാനപ്പെടുത്തി എൻ്റെ പള്ളിക്കകത്ത് മെമ്പറാക്കുന്ന പരിപാടിയൊന്നും ദൈവസഭ ക്രിസ്ത്യാനിത്തിന് ഇല്ല. ക്രിസ്ത്യാനികൾ മതപരിവർത്തനം നിർത്തണം. ഞാൻ ഒന്നുകൂടെ പറയാം, ക്രിസ്ത്യാനികൾ മതപരിവർത്തനം നിർത്തണം. റിഫ്ലക്റ്റീവ് മോഡിൻ്റെ അർത്ഥം താഴെ നമ്മുടെ ബോബിൻ ബ്രദർ ഇട്ടിട്ടുണ്ട്. താങ്ക് യു പാസ്റ്റർ, ദൈവം അനുഗ്രഹിക്കട്ടെ.
സോ ഡോണ്ട് ഗോ ആഫ്റ്റർ ദ പീപ്പിൾ ടു കൺവേർട്ട് ദ റിലീജിയൻ. നിങ്ങൾ പോകരുത്, ഇത് മണ്ടത്തനാണ്. കാരണം ക്രിസ്ത്യാനിത്വത്തിൻ്റെ ദൗത്യം മതപരിവർത്തനം അല്ല. ക്രിസ്ത്യാനിത്വത്തിൻ്റെ ദൗത്യം ദൈവത്തിൻ്റെ രാജ്യമാണ്. ദൈവരാജ്യം കൺവേർഷൻ അല്ല. മതം മാറുക എന്നല്ലതാ, മനസ്സ് മാറുക. മനസ്സ് എന്ന് പറയുന്നത് മതവുമായിട്ട് ബന്ധമില്ല. മതം നമ്മൾ ഇതിനകത്ത് പറഞ്ഞ പോലെ ആലോചിക്കുന്ന മനസ്സാണ്. ആലോചിക്കുന്ന മനസ്സ് മാറിയിട്ട് ആൾ ദൈവരാജ്യത്തിൽ എത്തത്തില്ല. റിലീജിയൻ എന്ന് പറഞ്ഞാൽ റിഫ്ലെക്സീവ് മൈൻഡാണ്. ആലോചിക്കും, ആ ദൈവമാണോ ശരി, ഈ ദൈവമാണോ ശരി, പോണോ പോണ്ടായോ, യേശു നല്ല ദൈവം, കൊള്ളാമെന്ന് തോന്നുന്നു, ശരിയാ, ഉയർത്തെഴുന്നേറ്റ ദൈവം, അപ്പോൾ നമുക്ക് പുള്ളിയുടെ റിഫ്ലെക്സീവ് മൈൻഡ്. റിഫ്ലെക്സീവ് മൈൻഡ് മാറിയ കിങ്ഡത്തിൽ വരത്തില്ല. കിങ്ഡത്തിൽ വരണമെങ്കിൽ പ്രതികരിക്കുന്ന മനസ്സ് റിഫ്ലക്റ്റീവ് മൈൻഡാണ്. ആ മൈൻഡാണ് ഇങ്ങോട്ട് വരേണ്ടത്. ചേഞ്ച് യുവർ മൈൻഡ് മീൻസ് ചേഞ്ച് യുവർ റിലീജിയൻ എന്നല്ല. റിലീജിയൻ എപ്പോഴും കോൺഷ്യസ് ആണ്. റിലീജിയൻ കോൺഷ്യസ് പാർട്ടാണ്, നമ്മുടെ ബോധ മനസ്സിൻ്റെ ഭാഗമാണ്. സത്യത്തിൽ ബോധ മനസ്സിൽ ചിലർക്ക് റിലീജിയൻ ഉണ്ടെങ്കിലും സബ് കോൺഷ്യസിൽ ചിലരൊക്കെ ദൈവനിഷേധികളാണ്. അതറിയോ? സബ് കോൺഷ്യസിൽ അവർ യുക്തിവാദികളാണ്. പക്ഷേ അവർക്ക് കോൺഷ്യസ് മൈൻഡിൽ അവർ ജനിച്ചു വീണ വീട്, ആ കോൺഷ്യസ് മൈൻഡിൽ അവരൊരു മതത്തെ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ സബ് കോൺഷ്യസ് മൈൻഡിൽ അവർ ദൈവമില്ലെന്ന് പറയുന്നവർ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെ അടിത്തറ അവർക്കില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ മതം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? അഭിപ്രായം എന്നാ, ഒപ്പീനിയൻ. ഒപ്പീനിയൻ ഒരിക്കലും സബ് കോൺഷ്യസ് അല്ല, അത് റിഫ്ലെക്സീവാണ്, പെട്ടെന്ന് വരിക. നമ്മുടെ ഇവിടെ ഉണ്ടാകുന്ന ഒരു ആക്ഷൻസ് ആണ്. സോ റിലീജിയനെ ചേഞ്ച് ചെയ്തുകൊണ്ട് ആൾ ദൈവരാജ്യത്തിൽ, ഞാൻ പറഞ്ഞല്ലോ ക്രിസ്ത്യാനിത്വത്തിനകത്ത് തെറ്റിയ അവസ്ഥകളാണിത്. മതം മാറ്റിയിട്ട് കാര്യമില്ല. ആ മതത്തിൽ നിന്ന് ഈ മതത്തിൽ വന്നിട്ട് കാര്യമില്ല. എല്ലാ മതവും സെയിമാണ്. മതം മാറുന്നതിന് എങ്ങനെയാണ് ഏറ്റവും നല്ല സേഫായ മതത്തിൽ ജീവിക്കുന്നത് നല്ലത്. ഇന്ത്യയിലൊക്കെ ജീവിക്കാൻ ഹിന്ദു മതമാണ് നല്ലത്, അടിയും കൊള്ളത്തില്ല. മതമാണ് നല്ലതെങ്കിൽ ഇറ്റ് ഈസ് ബെസ്റ്റ് ടു ഗോ ടു ഹിന്ദു ആയിട്ടിരിക്കുക. ഹിന്ദു ആയിരിക്കുന്നതാണ് നല്ലത്. കാരണം നിന്നെ തല്ലാൻ വരത്തില്ല, നിനക്ക് വേണ്ടി 10 പേര് വടിയും വാളുമായിട്ടെങ്കിലും നിന്നോളൂ. മതത്തിൽ ജീവിക്കുന്നെങ്കിൽ ക്രിസ്ത്യാനിത്വത്തേക്കാൾ നല്ലത് ഇന്ത്യയിൽ സേഫ് ഹിന്ദു മതമാണ്. വേറെ ഏതെങ്കിലും രാജ്യത്തിലാണ് മതത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നെങ്കിൽ ഇച്ചിരി പൈസയെങ്കിലും കിട്ടും, നീ മുസ്ലിം ആയാൽ മതി. റിലീജിയന്റെ ഭാഗമാണെങ്കിൽ നിങ്ങൾ വിദേശത്തൊക്കെ പോകണമെങ്കിൽ പൈസയും കിട്ടും, കാശ് കിട്ടും, നല്ല ജോലിയും കിട്ടും, കൺമണി പോലെ സൂക്ഷിച്ചോളൂ. പ്രത്യേകിച്ച് ക്രിസ്ത്യാനിറ്റി എന്നൊക്കെ ഒരാൾ പോയി മതം മാറുന്നെങ്കിൽ അവിടെയൊക്കെ പോയി നിൽക്കുന്ന നല്ലത്. ഐ ഡോണ്ട് ബിലീവ് ഇൻ കൺവേർഷൻ, റിലീജിയസ് കൺവേർഷനെ ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം റിലീജിയസ് കൺവേർഷൻ കൊണ്ട് ഒരാളിന് മാറ്റം ഉണ്ടാവുന്നില്ല. ഈ ഒരു തവളയെ പിടിച്ച് അടുത്ത പാത്രത്തിൽ ഇട്ടതേ ഉള്ളൂ, രണ്ടും തവളയാണ്, പാത്രം മാറിയെന്നേ ഉള്ളൂ, രൂപാന്തരം സംഭവിക്കുന്നില്ല. അപ്പൊ റിലീജിയൻ അല്ല ഇവിടുത്തെ പ്രശ്നം. നമ്മൾ തുടരുത്. റിലീജിയനുമായിട്ട് കിങ്ഡത്തിന് ബന്ധമില്ല. റിലീജിയൻ എപ്പോഴും ദൈവരാജ്യത്തിന്റെ വിരോധിയാണ്, ദ ഗ്രേറ്റസ്റ്റ് എനിമിയാണ്. നമുക്ക് പറ്റിയ അബദ്ധമാണ് നമ്മൾ മതം മാറ്റി. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ മതം മാറി ഒരാൾ സ്നാനപ്പെട്ടെങ്കിൽ വരിക, സ്നാനപ്പെട്ടു ഞങ്ങളിപ്പം പള്ളിയിലാണ് പോകുന്നത്, അവർക്ക് അത്രേ അറിയത്തുള്ളൂ. ഞങ്ങളിപ്പോൾ അമ്പലത്തിൽ നിന്നും പോകുന്നില്ല, അതൊക്കെ പിശാചാണ്. ഞങ്ങളിപ്പോൾ സത്യ നിന്നെ പഠിപ്പിച്ച് ഇത്രയായി. കാരണം അതുവരെ അവൻ ഫോളോ ചെയ്തതിനെ പിശാചാക്കി, നമ്മളിപ്പം ദൈവമാക്കി. ആരെങ്കിലും ഈ ഗ്രൂപ്പിൽ പിന്നെ അവൻ്റെ കൂടെ യേശുവിനെ അറിയാൻ വരുമോ? നമ്മൾ പഠിപ്പിച്ചൊക്കെ തെറ്റാണ്. നമ്മൾ ആ ആളുടെ അകത്ത് വന്ന ഡോക്ടറിനെ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്താ പറഞ്ഞു നോക്ക്. നമ്മളെ മതം മാറിയ അയാളുടെ മനസ്സിൽ നമ്മൾ വന്ന് വരുത്തിയ മാറ്റം എന്താ? നിങ്ങൾ ഇന്നലെ വരെ ആരാധിച്ചതെല്ലാം പൈശാചികമാണ്, പിശാചാണ്. ഇത് കേട്ട് നിങ്ങളൊരു കത്തോലിക്ക ചർച്ച നിങ്ങോട്ട് വരാതെ പറയും, അയ്യോ അതെല്ലാം മർമ്മം മഹദിയം ബാബിലോണാണ്, അവർ കള്ളന്മാരുടെ കൂടാണ്, അപ്പോൾ അവർ ഇതെല്ലാം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ എന്ത് ഡോക്ടറാണ് പഠിപ്പിച്ചു വെച്ചേക്കുന്നത്? വിരോധമാണ്, പകയാണ്, കൊലപാതകമാണ്. സത്യമായി ദൈവരാജ്യത്തിന്റെ മനസ്സ് മാറുന്നവർക്ക് വിരോധമല്ല വരേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞു വരുന്നത്? അപ്പം മതം മാറ്റിക്കൊണ്ടുവരും. ഇപ്പോൾ ഒരു പള്ളിയിൽ നിന്ന് ഒരാളിപ്പം നമ്മളൊരാൾ ഓർത്തഡോക്സ് വേറൊരു മാർത്തോമ ചർച്ചയിൽ നമ്മളിവിടെ കൊണ്ടുവരുമ്പോൾ ആദ്യം ഈ ആൾ ഇനി പോകാതിരിക്കാൻ എന്ത് ചെയ്യണം? അച്ഛൻ കള്ളനാണ്, ആ പള്ളി കള്ളത്തരമാണ്, അവരുടെ ഉപദേശം ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നത്. ഇത് സത്യസന്ധമാണെന്ന് നോക്ക്. അല്ല ഞാൻ കള്ളമാണോ പറയുന്നതെന്ന് ഇവിടുത്തെ ആളുകളൊന്ന് നിങ്ങളുടെ മനസാക്ഷിയോടൊന്ന് ചോദിച്ചു നോക്ക്. നമ്മൾ അടുത്ത ആളിന്റെ കുറ്റം പറഞ്ഞ് നമ്മുടെ സത്യത്തെ സ്ഥാപിക്കാൻ, ഇതാണ് നമ്മുടെ വിശ്വാസിയുടെ അകത്തെ സബ് കോൺഷ്യസ് മൈൻഡ്. ഇവരുടെ ഡോക്ടർ ഇപ്പം ഏതാ? ഇവരുടെ ബിലീവിങ് സിസ്റ്റം ഏതാ? ഇവരുടെ ബിലീവിങ് സിസ്റ്റം മൊത്തം അത് കള്ളം, ഇത് ശരിയല്ല, അത് കള്ളത്തരമാണ്, അത് പൈശാചികമാണ്, അത് മർമ്മം മഗതിയ ഭാവിയിലുള്ളതാണ്, അത് അന്തിക്രിസ്തുവാണ്, അത് ശരിയല്ല, അത് മൊത്തം കള്ളം. ഇത് പഠിപ്പിച്ച് കോൺഷ്യസ് അല്ല, സബ് കോൺഷ്യസ് മൈൻഡിൽ ഹാർട്ട് ഇപ്പോൾ
നേരത്തെ ഇരുന്നതിനേക്കാളും പാതാളമായിട്ട് മാറി നമ്മുടെ ഹാർട്ട്. നമ്മുടെ ഹാർട്ടിൽ ഇപ്പോൾ വിരോധം, പക, പിണക്കം. അവനോട് കാണത്തില്ല, പണ്ട് അപ്പനും അമ്മയും ഒരുമിച്ചിരുന്ന് ഓണത്തിന് വല്ലതും കഴിക്കുമായിരുന്നു. ഇപ്പം ഇവൻ വിശ്വാസിയായപ്പോഴത്തേന് അപ്പനും വേണ്ട അമ്മയും വേണ്ട. ഇവൻ എന്ത് വിശ്വാസിയാ? അപ്പൊ നീ എത്ര പന്നലായി നോക്കി. നിന്റെ വിശ്വാസം, നീ പഠിച്ചത് കൊണ്ട് നിന്റെ ഹൃദയം എത്ര അഴുക്കായി നോക്കി. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത്, എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ഇത്രയും വർഷത്തെ എൻ്റെ അനുഭവമാണിത്. ഞാൻ വെറുതെ എന്ന് പറയുമൊന്നുമല്ല. ഞാൻ എൻ്റെ അനുഭവം സംസാരിക്കുക. എൻ്റെ അനുഭവം പറയുന്നതിന് എനിക്ക് കുഴപ്പമില്ലല്ലോ. ഞാൻ പച്ചയ്ക്കങ്ങ് സംസാരിക്കുക. കാരണം നമ്മൾ ഇനി ഞാനിപ്പം ഇതിനകത്തോട്ട് എന്നെ ഇവിടെ നിർത്തിയെങ്കിൽ നിർത്താനൊരു വഴി. നീ വിട്ടുവന്ന സ്ഥലം ശരിയല്ല, നിന്റെ ബന്ധുക്കൾ ശരിയല്ല, നിന്റെ അമ്മ, അവരെല്ലാം നരകത്തിലേക്കേ പോകത്തുള്ളൂ, അവരെല്ലാം നരകത്തിൽ പോകാൻ കിടക്കുക. നിന്നെ ദൈവം രക്ഷിച്ചു, അയ്യോ ദൈവത്തിന്റെ കൃപയാണ്, അയ്യോ എൻ്റെ പൊന്നുമോനെ നിന്നെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ നീയും കൂടെ പോയനെയായിരുന്നു പറഞ്ഞ് ഇങ്ങനെ എരികേറ്റി അവസാനം ഞാൻ തന്ത മഹാപിയായി പിടിച്ചവൻ, ഇന്നലെ വരെ നിനക്ക് ഫുഡ് തന്ത നീ പിയായി പിടിച്ച വന്ന് വിളിക്കുക. നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ എന്താണ് കുത്തി വെച്ചേക്കുന്നത്? എന്താ നമ്മൾ കുത്തിവെച്ചേക്കുന്നത്? നമ്മൾ പകയും, ഞാൻ പറയാം, എൻ്റെ അകത്തെ പകയും എൻ്റെ അകത്തെ വിരോധവും സത്യത്തിൽ ഫുള്ള് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ വാക്കുകൾക്കകത്തൊക്കെ അത് ഇടയ്ക്ക് വരുന്നുണ്ട്. നിങ്ങൾ സദയം ക്ഷമിക്കണം, അത് സബ് കോൺഷ്യസ് അറിയാതെ വരുന്നതാണ്. കാരണം എൻ്റെ ഉള്ളിൽ എൻ്റെ ആഗ്രഹം ആരെയും വെറുക്കാൻ പാടില്ലെന്നാണ്. അതെൻ്റെ എൻ്റെ 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 ലക്ഷ്യമാണ്. എൻ്റെ ഹൃദയത്തിൽ ആരെയും വേദനിപ്പിക്കാൻ പാടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഒരു മനുഷ്യനെയും, അതവൻ എത്ര പന്നാളായാലും ഒരാളും ഞാൻ മുഖാന്തരം വേദനിക്കുക. അതാണ് എൻ്റെ ഹാർട്ട്. ഞാൻ അതാ വിശ്വസിക്കുന്നത്. പക്ഷേ എൻ്റെ വായിൽ നിന്നും എൻ്റെ ബിഹേവിയറിലൂടെയും എൻ്റെ ടോക്കിലൂടെയും വിരോധങ്ങൾ വരുന്നുണ്ട്. ഞാൻ സമ്മതിക്കുന്നുണ്ട്. 100% ഞാൻ എഗ്രി ചെയ്യുന്നു. കാരണം എൻ്റെ ഈ മേഖലയിൽ നിന്ന് ഇനി വാഷ് ഔട്ട് ആണ്ട് എത്രയോ കാര്യം കിടക്കുക. ഇപ്പോൾ ദൈവരാജ്യത്തിൻ്റെ കോൺസെപ്റ്റിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസിനെ ഞാൻ അതാണ് പറഞ്ഞത്, നമ്മൾ ഒരു മതത്തിൽ ചാടി ഇവിടെ വരുമ്പോൾ നമ്മുടെ മനസ്സ് ഏത് ഡോക്ടറിനുണ്ട്? നമ്മൾ സ്നാനം കൊണ്ടല്ല നമ്മുടെ ഹാർട്ടിനെ വെച്ചേക്കുന്നത്. സ്നാനം, മാനസാന്തരം, ഇതൊക്കെ നമ്മൾ ചുമ്മാ ചെയ്യുന്ന കുറച്ച് ക്രിയ മാത്രമേ ഉള്ളൂ. ഇതാണോ ഡോക്ടറിൻ? ഇതാണോ ഡോക്ടറിൻ? കുഞ്ഞുങ്ങളെ മുഴുവൻ സ്നാനം നടത്തണം, അതാണോ ഡോക്ടറിൻ? ഡോക്ടറിന് എപ്പോഴും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നതാണ്. ഇത് മനസ്സിലാക്കണം. അല്ലാതെ നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കൽ ചെയ്ത ഒരു മാനുഷികമായ അല്ലെങ്കിൽ യേശു പറഞ്ഞ ഒരു കൽപ്പനയുടെ അനുസരണം അതല്ല നിങ്ങളുടെ ഡോക്ടറിൻ. നിങ്ങളുടെ ഡോക്ടറിൻ നിങ്ങൾ ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾ എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു, അതാണ് നിങ്ങളുടെ ഡോക്ടറിൻ. നിങ്ങൾ കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തിയതും വലിയവരെ ഇതിലൊന്നും നിങ്ങളെ മാറ്റുന്നില്ല പ്രിയരെ. ഇത് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ഇതൊന്നും നിങ്ങളുടെ സ്വഭാവത്തെ മാറ്റില്ല. നിങ്ങൾ കറക്റ്റ് വചനത്തിന്റെ ആ വാക്യം അനുസരിച്ച് നിങ്ങൾ മാറില്ല പ്രിയരെ. ഡോക്ടറിന് എപ്പോഴും എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇരുന്നുകൊണ്ട് എന്നെ കൺട്രോൾ ചെയ്യുക. എൻ്റെ റിഫ്ലക്ഷനാണ് എൻ്റെ മാനസാന്തരം. എൻ്റെ റിഫ്ലക്ഷനാണ് എൻ്റെ ഡോക്ടറിൻ. എൻ്റെ ഡോക്ടറിൻ കറക്റ്റ് ആണെങ്കിൽ എൻ്റെ ബിഹേവിയർ കറക്റ്റ് ആയിരിക്കും. ഒരാളുടെ ഡോക്ടർ കറക്റ്റ് ആയതിന്റെ തെളിവ് പറ. റഫറൻസ് അല്ല, ബൈബിൾ കോട്ടിംഗ് അല്ല, ബൈബിളിൽ യേശു പറഞ്ഞതല്ല, അപ്പോസ്തലന്മാർ ചെയ്തതല്ല. നിങ്ങൾ ചെയ്യുന്നില്ല. അപ്പോസ്തലന്മാർ ചെയ്തൊക്കെ ആരിവിടെ ചെയ്യുന്നു? ചുമ്മാതെ കള്ളം പറയാതിരി. യേശു ചെയ്തതിന്റെ ഒരു അംശം നമ്മൾ ചെയ്യുന്നുണ്ടോ? അപ്പോസ്തലന്മാർ ചെയ്തതിന്റെ ഒരു കോണിച്ച ഒരു പേഴ്സൻറ്റേജ് അങ്ങനെ ചെയ്യുന്നുണ്ടോ? നമ്മളൊന്നും ചെയ്യുന്നില്ല. എന്നിട്ട് നമ്മളെല്ലാം അപ്പോസ്തലന്മാർ ചെയ്യുന്നു പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ കുറവുകൾ മനസ്സിലാക്കാൻ ആദ്യം പഠിക്കും. നമ്മുടെ കാലഘട്ടം പോലെ ആയിരുന്നു അപ്പോസ്തലന്മാരുടെ കാലഘട്ടം? അങ്ങനെ ആയിരുന്നോ? അല്ല. ക്രിസ്തുവിന്റെ ആ കാലഘട്ടത്തിൽ അവർ ചെയ്തൊന്നും നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ ചെയ്യുന്നില്ലെന്ന് സമ്മതിക്ക്. നമ്മൾ ഈ അഡ്ജസ്റ്റ്മെന്റ് ഇങ്ങനെ പോവുക. ഏതോ ഒരു കാറ് പോയപ്പോൾ അതിന്റെ പുറകിൽ ഒരു ഇച്ചിരി കാറ്റ് വന്നു. ആ കാറ്റിന്റെ പുറകിൽ നമ്മൾ ഓടുക. കാർ അങ്ങ് പോയി കഴിഞ്ഞു. ഇനി അടുത്ത കാറ്റ് വരട്ടെ. അടുത്ത കാറ് വരുമ്പോൾ നമ്മുടെ കരിയില ഇങ്ങനെ കാറ്റിന്റെ പുറകെ ഓടുന്ന കരിയിലയാണ്. നമ്മൾ യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞ് പോകേണ്ട സമയം കഴിഞ്ഞിരിക്കുക. നമ്മുടെ മൈൻഡ് സെറ്റാണ് നമ്മുടെ ഡോക്ടറിൻ. നിങ്ങൾ എത്ര ബൈബിൾ പ്രകാരം എത്ര വേദോസത്തിന്റെ റെഫറൻസ് അനുസരിച്ച് നിങ്ങൾ അതെല്ലാം അതെല്ലാം നിങ്ങളുടെ കോൺഷ്യസ് ആണ്.
നിങ്ങൾ കോൺഷ്യസ്ലി ചെയ്തതാണ്. നിങ്ങളെ ആരോ വിരോധം കൊണ്ട് അല്ലാതെ നിങ്ങളുടെ അകത്തെ കൺവിക്ഷനിൽ എത്ര പേര് ചെയ്തിട്ടുണ്ട് പറ. 13-ാമത്തെ വയസ്സിൽ ഞാൻ സ്നാനപ്പെട്ടു. കുഞ്ഞാങ്കാലത്ത് എൻ്റെ അപ്പച്ചൻ കപ്പിയാരായിരുന്നു. അതായത് മാർത്തോമ ചർച്ചിൻ്റെ കപ്പിയാരായിരുന്നു എൻ്റെ അപ്പച്ചൻ, എൻ്റെ അമ്മയുടെ അപ്പൻ. എന്നെ എടുത്തുകൊണ്ട് മാർത്തോമ പള്ളിയിൽ കൊണ്ടുപോയി മാമോദീസ നൽകി. ആ മാമോദീസയിൽ എൻ്റെ അപ്പച്ചൻ്റെ പേര് എനിക്കിട്ടു. അതെൻ്റെ ആദ്യത്തെ സ്നാനം. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് 13 വയസ്സായപ്പോൾ ഞാൻ വീണ്ടും സ്നാനപ്പെട്ടു. കുറ്റമല്ല പറയുന്നത്. അന്ന് സ്നാനപ്പെട്ടപ്പോൾ എൻ്റെ മനസാക്ഷി എന്താണെന്നറിയുമോ? നരകത്തിൽ പോകാതിരിക്കണമെങ്കിൽ, ഞാൻ സത്യം പറയുന്നു, നരകത്തിൽ പോകാതിരിക്കും. 13 വയസ്സുകാരന് സ്നാനത്തെക്കുറിച്ച് എന്തറിയാം? 13 വയസ്സുകാരന് സ്നാനത്തെക്കുറിച്ച് എന്തറിയാം? നമ്മൾ കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തരുതെന്ന് അവകാശം പറയുന്നവർ ഈ മുതിർന്നവർ സ്നാനപ്പെട്ടവരോട് ചോദ്യം എന്തിനാ സ്നാനപ്പെട്ടെന്ന്? എന്ത് കൺവിക്ഷനാ? എൻ്റെ കൺവിക്ഷൻ അല്ല എന്നെ സ്നാനത്തിലേക്ക് നടത്തിയത്. ഞാൻ സ്നാനപ്പെട്ടത് എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും എൻ്റെ ചർച്ചിലെ പാസ്റ്ററിൻ്റെ കൺവിക്ഷനിലാണ്. പാസ്റ്റർക്കായിരുന്നു സ്നാനം എന്തായിരുന്നു മനസ്സിലാകാതെ. അദ്ദേഹത്തിൻ്റെ കൺവിക്ഷൻ എൻ്റെ അടുത്ത് അപ്ലൈ ചെയ്തേ ഉള്ളൂ. കാരണം ഇങ്ങോട്ടുള്ള യാത്രയിൽ ഞാൻ ഇതുവരെ ബൈബിൾ വായിച്ചപ്പോൾ സ്നാനപ്പെടാത്ത നരകത്തിൽ പോകുന്നു സ്വർഗത്തിൽ പോകുന്ന ഒരു വാക്യം ബൈബിളിലില്ല. ഒരു വാക്യം ബൈബിളിലില്ല. അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് ഈ കൺവിറ്റ്? കുറ്റം പറയാലോ കേട്ടോ, ഇതൊക്കെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും തന്നെയാണ്. ഇത് മാറ്റി പറയാനൊന്നും എനിക്ക് പറ്റില്ല. കാരണം ഞാൻ കർത്താവിൻ്റെ വചനം, ഞാൻ പറഞ്ഞല്ലോ, എല്ലാ വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനാണ് ഞാൻ. സകല ശുശ്രൂഷകന്മാരെ ദൈവം വരി വരിയായി നിർത്തിയാൽ സ്വർഗത്തിൽ അങ്ങനെ ഒരു ഉണ്ടെങ്കിൽ ഏറ്റവും പുറകിൽ നിൽക്കുന്ന ആളാണ് ഞാൻ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാപികളുണ്ടെങ്കിൽ ആ പാപിയുടെ നമ്പർ 1 ഞാൻ. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് നന്നായിട്ടറിയാം. ഐ നോ വാട്ട് ഐ സെഡ്. ഐ ആം ദ ഫസ്റ്റ് ചീഫ് സിന്നർ. ലോകത്തെ എല്ലാ പാപിയുടെ ഏറ്റവും ഫ്രണ്ടിൽ ഞാൻ ഉണ്ടാവും. എനിക്കാണ് ഫസ്റ്റ് റാങ്ക്. അത് ഞാൻ നിങ്ങൾക്ക് ആർക്കും തരില്ല. സോ ചേഞ്ചിങ് മൈൻഡ് എന്ന് പറയുമ്പോൾ ഉടനെ നമ്മുടെ ഡോക്ടർമാർക്ക്, പ്രിയരെ, ഇത് സാധാരണ സംഭവമല്ല. ഇത് മദ്യപാനം മാറ്റുകയും ബീഡി വലി മാറ്റുകയും പൊയില ചവയ്ക്കുന്നത് മാറ്റുകയും മീശ പഠിച്ചവൻ ചിരി ഒന്ന് ഒതുക്കി, അതൊന്നും അല്ല മാനസാന്തരം. ഡീപ്പർ മീനിങ് എന്ന് പറയുന്നത് നിങ്ങളെ അടിമുടി മാറ്റാൻ പോവുക. നിങ്ങൾ അടിമുടി മാറുക. നിങ്ങളുടെ സിസ്റ്റം മൊത്തം മാറാൻ പോവുക. നിങ്ങളുടെ ബിലീവിങ് സിസ്റ്റം മാറാൻ പോവുക. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾ കൊണ്ടുവന്നിരുന്ന നിങ്ങളുടെ ബിഹേവിയർ മൊത്തം മാറുകയാണ്. ടോട്ടലി മാറ്റം ഉണ്ടാകാൻ പോവുക. നിങ്ങളുടെ ഹാർട്ട് മാറാൻ പോവുക. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ കല്ലായ ഹൃദയത്തെ മാറ്റി മാംസളമായ ഹൃദയം തരും എന്ന് പറഞ്ഞാൽ ട്രൂ മാനസാന്തരത്തിൽ യു വിൽ ഗെറ്റ് എ ഫ്ലഷ്ലി ഹാർട്ട്. ന്യൂ ഹാർട്ട് എന്ന് പറഞ്ഞാൽ ന്യൂ പേഴ്സ്പെക്റ്റീവ്, ന്യൂ കൺവിക്ഷൻസ്, പുതിയ പേഴ്സ്പെക്റ്റീവുള്ള, പുതിയ കൺവിക്ഷൻസ് ഉള്ള, പുതിയ യാഥാർത്ഥ്യങ്ങളുള്ള, ഇന്നലത്തെ ഒരു ബന്ധവുമില്ലാത്ത പുതിയ വിശ്വാസം, ന്യൂ ബിലീഫ്സ് നമുക്ക് ലഭിക്കുക. ന്യൂ ഹാർട്ട് കിട്ടുക. ന്യൂ ഹാർട്ട് എന്ന് പറയുമ്പോൾ ഉടനെ നമുക്ക് ഇതുണ്ട് ഇവിടെ ഇങ്ങനെ പമ്പ് ചെയ്യുന്ന ഈ സാധനം കിട്ടുമെന്നല്ല, സബ് കോൺഷ്യസ് മൈൻഡ് കിട്ടുന്ന പുതു ഹൃദയം തരുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു സബ് കോൺഷ്യസ് മൈൻഡ് തരുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പഴയ സബ് കോൺഷ്യസ് മൈൻഡിനെ മൊത്തം ഡിലീറ്റ് ചെയ്യുക. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ പോലെ നിങ്ങൾ ബിഹേവ് ചെയ്യാൻ പോകത്തില്ല. ഇന്നലത്തെ പോലെ നിങ്ങൾ ചലിക്കാൻ പോകുന്നത്. നിങ്ങൾ ഒരു സ്വർഗത്തിൻ്റെ സ്റ്റാൻഡേർഡിൽ മൂവ് ചെയ്യാൻ പോവുക. നിങ്ങളുടെ സബ് കോൺഷ്യസ്, നിങ്ങളുടെ ഹാർട്ടിനെ ദൈവം മാറ്റുകയാണ്. ദാറ്റ് ഈസ് ഡോക്ട്രിൻ. അതാണ് ഡോക്ട്രിൻ. അതാണ് ഡോക്ട്രിൻ. നിങ്ങളുടെ ഡോക്ട്രിൻ ഇരിക്കുന്നത് നിങ്ങളുടെ വിശ്വാസ പ്രമാണത്തിന്റെ പുസ്തകത്തിലല്ല. ഡോക്ട്രിൻ ഇരിക്കുന്നത് നിങ്ങളുടെ ഹാർട്ടിലാണ്. നിങ്ങളുടെ ഹാർട്ടിലാണ്, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലാണ്. ആ ഡോക്ട്രിനാണ് നിങ്ങളെ ലോകത്തെ മുമ്പിൽ ബിഹേവ് ചെയ്യാനായിട്ട് മോഡി ചെയ്തത്. നിങ്ങൾ ഏത് ഡോക്ടറിന്റെ ബേസിലാണോ അതാ നിങ്ങളുടെ റിഫ്ലക്ഷൻ. നിങ്ങൾ ആരാണെന്ന് അറിയണമെങ്കിൽ നിങ്ങളുടെ ഹൃദയം വായിച്ചു നോക്കിയാൽ മതി. അങ്ങനെ തന്നെയാണ് ബൈബിൾ പറയുന്നത്. തിരുവെഴുത്തിലൊരു വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. സദൃശ്യവാക്യം 27:19. ഇന്നലെ ഞാൻ വായിച്ചാണ്. വെള്ളത്തിൽ മുഖത്തിനൊത്തവണ്ണം മുഖത്തെ കാണുന്നു. വെള്ളത്തിൽ മുഖത്തിനൊത്തവണ്ണം മുഖത്തെ കാണുന്നു. മനുഷ്യൻ തൻ്റെ ഹൃദയത്തിനൊത്തവണ്ണം മനുഷ്യനെ കാണുന്നു. മലയാളത്തിൽ അങ്ങനല്ല. മനുഷ്യൻ തൻ്റെ ഹൃദയത്തിനൊത്തവണ്ണം മനുഷ്യനെ കാണുന്നില്ല. മനുഷ്യന്റെ ഹൃദയത്തിനൊത്തവണ്ണമാകുന്നു മനുഷ്യൻ എന്നാണ്. നമ്മുടെ മലയാളത്തിൽ ഒത്തിരി പേര് ട്രാൻസ്ലേറ്റ് ചെയ്ത് പരിവാക്കി വെച്ചേക്കുക. മനുഷ്യൻ തൻ്റെ ഹൃദയത്തിനൊത്തവണ്ണം മനുഷ്യനെ കാണുന്നതല്ല, മനുഷ്യൻ തൻ്റെ ഹൃദയത്തിനൊത്തവണ്ണമാകുന്നു, അല്ലെങ്കിൽ മനുഷ്യന്റെ ഹൃദയത്തിനൊത്തവണ്ണമാകുന്നു മനുഷ്യൻ എന്നാ. അപ്പൊ അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ ആരാ? എൻ്റെ ഹൃദയത്തിനൊത്തവണ്ണം.
എൻ്റെ ഹൃദയത്തിനൊത്തവണ്ണമാ ഞാൻ. എടാ, എൻ്റെ സ്വഭാവം ശരിയല്ലെങ്കിൽ എൻ്റെ ഹൃദയം ശരിയല്ലെന്നാ. എൻ്റെ ഹൃദയം ശരിയല്ലെങ്കിൽ എൻ്റെ ബിലീവിങ് സിസ്റ്റം ശരിയല്ലെന്നാ. എൻ്റെ ബിലീവിങ് സിസ്റ്റം ശരിയല്ലെങ്കിൽ എൻ്റെ ഡോക്ട്രിൻ ശരിയല്ലെന്നാ. എൻ്റെ ഡോക്ട്രിൻ ശരിയല്ലെങ്കിൽ നീ ഇതുവരെയും യാഥാർത്ഥ്യത്തെ കണ്ടിട്ടില്ലെന്നാ. ആസ് എ മാൻ തിങ്സ് ഇൻ ഹിസ് ഹാർട്ട്, അത് തന്നെ കറക്റ്റ്. 23-ാമത്തെ അധ്യായം സങ്കീർത്തനത്തിൽ സദർശവാക്യം 23-7 വാക്യമാണ് സുഹൃത്ത് എഴുതി വെച്ചിരിക്കുന്നത്. നോക്കിയേ, മനുഷ്യൻ തൻ്റെ ഹൃദയത്തിൽ ചിന്തിക്കുന്ന പോലെ കോൺഷ്യസ് ചിന്തിക്കുന്നതല്ല. അപ്പൊ ഹൃദയത്തിന്റെ ചിന്തയുണ്ട്, കോൺഷ്യസ്നസിന്റെ ചിന്തയുണ്ട്. മനസ്സിൽ ചിന്തിക്കുന്ന പോലെ എന്നല്ല, ഹൃദയത്തിൽ. ആ വേർഡ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം. മലയാളത്തിൽ അതില്ല. ഒരുത്തൻ മനസ്സ് പോലെ ആകുന്നതേ ഉള്ളൂ. മലയാളം നമ്മളെ ഒത്തിരി ചതിക്കുന്നുണ്ട്. പ്ലീസ് റെഫർ സം അതർ ട്രാൻസ്ലേഷൻസ് ടു. സോ ഇവിടെ തിങ്ക് ഓഫ് യുവർ ഹാർട്ട്, തിങ്സ് ഓഫ് ദ ഹാർട്ട്, അല്ലെങ്കിൽ തോട്ട് ഓഫ് ദ ഹാർട്ട്. ചില സ്ഥലങ്ങളിൽ ബൈബിൾ ചെയ്തിട്ടുണ്ട് സ്പിരിറ്റ് ഓഫ് യുവർ ഹാർട്ട് എന്നുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആത്മാവ്. തിങ്കിങ് ഓഫ് യുവർ ഹാർട്ട്, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ. അപ്പം ഒരു മനുഷ്യൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ അവൻ എന്ത് ചിന്തിക്കുന്നു അതാകുന്നു അവൻ. കോൺഷ്യസ് മൈൻഡിൽ ചിന്തിക്കുന്ന ആവത്തില്ല ഒരിക്കലും. കോൺഷ്യസ് മൈൻഡിൽ ഞാൻ ചിന്തിക്കുക ഞാനിപ്പോൾ പോലീസുകാരനാവുമോ? ഇല്ല. കോൺഷ്യസ് മൈൻഡ് എങ്ങനെ? റിഫ്ലെക്സീവാ. കോൺഷ്യസ് മൈൻഡിൽ ഞാനിപ്പോൾ പോലീസുകാരനാണെന്ന് ചിന്തിച്ചാലാവൂ. പക്ഷേ സബ് കോൺഷ്യസ് മൈൻഡിൽ നീ ഒരു പോലീസുകാരനാണെന്ന് ചിന്തിച്ചാൽ നിന്റെ ഓൾ സിസ്റ്റത്തെ ആ നിലയിലേക്ക് നിന്നെ നടത്താൻ തുടങ്ങും. 100% നീ അതിനനുസരിച്ച് ട്രെയിൻഡ് അപ്പ് ആകും. അതിനനുസരിച്ച് നിന്റെ കാലുകൾ ചലിക്കാൻ തുടങ്ങും. കാരണം നിന്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ നീ എന്ത് സംഭവിക്കുന്നു പറയുന്നു അതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഒരുത്തന് ഹൃദയത്തിൽ സംശയിക്കാതെ, വാ കൊണ്ട് വിളിച്ച് പറഞ്ഞാൽ അവൻ പറയുന്ന പോലെ സംഭവിക്കുമെന്ന്. ഹൃദയത്തിൽ സംശയിക്കാതെ. നിങ്ങൾക്കിപ്പം ഞാനിത് പറയുമ്പോൾ തന്നെ വിശുദ്ധ ബൈബിളിലെ ഒരുപാട് വാക്യങ്ങളുടെ അർത്ഥം നിങ്ങൾക്ക് ഈ ഒറ്റ ലൈവിലൂടെ നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാവുക. ഹൃദയത്തിൽ സംശയിക്കാതെ എന്ന് പറഞ്ഞാൽ സബ് കോൺഷ്യസ് മൈൻഡിൽ സംശയിക്കാതെ. സബ് കോൺഷ്യസ് മൈൻഡിൽ സംശയിക്കാതെ. സോ ഞാൻ ഇവിടെ പറഞ്ഞത് ഇതാണ് ഡോക്ടർ ഈസ് വെരി മച്ച് നീഡഡ്. എല്ലാം ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടെ തമ്മിൽ തല്ലുന്നത് എന്താ? ഡോക്ടറിന് കറക്റ്റ് അല്ല. ഡോക്ടറിന് വേണ്ടി അടികൂടുക, ഡോക്ടറിന് വേണ്ടി വഴക്കൂടുക. ഡോക്ടറിന് വേണ്ടി വഴക്ക് കൂടുന്ന ആളുകൾ മനസ്സിലാക്കിയില്ല ഇവരുടെ ഡോക്ടറിൻ മെനക്കേടായത് കൊണ്ടാണ് ഈ വഴക്ക് കൂടുന്നതെന്ന്. ഈ ഡോക്ടറിന് വേണ്ടി കറക്റ്റ് ഡോക്ടറിനുള്ളവൻ വഴക്ക് കൂടുമ്പോൾ അവൻ്റെ മാന്യത എത്ര ഹയർ ആയിരിക്കും എന്നറിയോ? അവൻ്റെ മാന്യത, അവൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അവൻ്റെ സംസ്കാരം എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു, അവൻ്റെ കൾച്ചർ എത്ര ഗ്ലോറിയസ് ആയിരിക്കും എന്നറിയോ? അപ്പം ഉപദേശത്തിന് വേണ്ടി വഴക്ക് കൂടുന്ന ആളുകൾ ഈ വഴക്ക് കൂടുമ്പോൾ അവരറിയുന്നില്ല അവരുടെ ഡോക്ടറിൻ തന്നെ വെറും പോത്തയാണ്, വെറും പനലാണ്, വെറും ചാണകക്കുഴി ഇടേണ്ട സാധനമാണെന്ന് അവരവരുടെ പ്രവൃത്തികൾ കൊണ്ട് തന്നെ അപ്പം അവരുടെ ഡോക്ടറിൻ തെറ്റാണെന്ന് അവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ ഡോക്ടറിന് ശരിയാക്കുന്നതായ ഡിബേറ്റിൽ. എന്ത് ഭയാനകമാണെന്ന് നോക്കിയേ. കാരണം ഡോക്ടറിൻ ഇസ് യുവർ ഹാർട്ട്, സബ് കോൺഷ്യസ് മൈൻഡ്. അതുകൊണ്ട് പറഞ്ഞ ഒരുത്തൻ്റെ മുഖം, ഒരു മനുഷ്യൻ്റെ മുഖം വെള്ളത്തിൽ കാണുന്നത് പോലെയാകുന്നു ഒരുത്തൻ്റെ ഹൃദയമാകുന്നു അവൻ. എൻ്റെ ഹൃദയം കറക്റ്റ് ആണോ? അതെ മെബിൻ ബ്രദർ, ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമുള്ളത്. അത് ആരായുന്നവൻ ആർ? ദാറ്റ്സ് വൈ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവാണ് അത് ആരായുന്നത്. പരിശുദ്ധാത്മ ഉള്ളവർ അതിനെ ആരാഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ ഹാർട്ട് ജേണി എന്ന് പറയുന്ന ഒരു വലിയ സബ്ജക്റ്റാണ്. 16 മെസ്സേജ് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നത്. 16 ദിവസത്തെ അല്ലെങ്കിൽ 16 സെക്ഷൻസ് എടുക്കാൻ പറ്റുന്ന ഒരു ഭയങ്കര സ്റ്റഡിയാണ്. നമുക്കതൊരു കോൺഫറൻസ് പോലെ എന്തെങ്കിലും വെബിനാർ എങ്ങാനും വെച്ച് നടത്താവുന്നേ ഉള്ളൂ. ഹാർട്ട് ജേണി ടു ഹാർട്ട്. കാരണം ഈ വാക്യം ജെരമിയാവ് 17:9 വാക്യം വളരെ പ്രാധാന്യമുള്ള വാക്യം. കാരണം ഹൃദയം എല്ലാത്തിനേക്കാളും കപടവും വിഷമുള്ളത്. ഹൃദയം എന്ന് പറയുമ്പോൾ ഉടനെ ഇതല്ല നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് പ്രശ്നക്കാരൻ. അതിനെ ഡീൽ ചെയ്യാൻ ഓൾഡ് ഗവൺമെൻറ്റിന് പറ്റിയില്ല. അതാണ് പ്രശ്നം. ഓൾഡ് ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് തൊടാൻ പറ്റിയിട്ടില്ല. കാരണം അവിടുത്തെ ഒരു മെസ്സേജും അവിടുത്തെ ഒരു ഇൻഫ്ലുവൻസും സബ് കോൺഷ്യസ് മൈൻഡിനെ ഒരിക്കലും ആ ഹൃദയം കല്ലായിപ്പോയി എന്ന് പറഞ്ഞാൽ യാതൊരു ലൈഫ് ഇല്ലാതായിപ്പോയി. അതുകൊണ്ടാണ് കല്ലായ ഹൃദയം എന്ന് പറഞ്ഞാൽ മാംസളമായ ഹൃദയം തരുമെന്ന് പറഞ്ഞാൽ അർത്ഥം ലൈഫുള്ള ഹൃദയം, ബ്ലഡ് ഓടുന്ന ലൈഫ് ഓടുന്ന ഹൃദയം തരുമെന്ന് പറഞ്ഞു. സോ ഹൃദയത്തെക്കുറിച്ചുള്ള പഠനം വളരെ ഇമ്പോർട്ടൻ്റ്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നതിന് തിരിച്ചു വരിക. അതായത് നമ്മുടെ ഡോക്ടറിൻ, ഞാൻ പറഞ്ഞു ഡോക്ടർ എന്ന് പറയുന്നത് അവിടെ മാറ്റർ ഓഫ് ദ ഹാർട്ടാണ്. അടുത്ത രണ്ടാമത്തെ വിഷയം, നമ്മുടെ കർത്താവായ യേശു, നിങ്ങൾ യേശുവിൻ്റെ വാക്കുകൾ ചില കാര്യങ്ങൾ പറഞ്ഞില്ലേ, വായിക്കുന്നവൻ
ശ്രദ്ധിച്ചു കൊള്ളട്ടെ. ലിസണിങ്. നിങ്ങൾക്കറിയുമ്പോൾ there are two verses are there. ലിസണിങ് ആൻഡ് ഹിയറിങ്. ആത്മാവ് പറയുന്നവൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഹിയറിങ്. നിങ്ങൾ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ? ലിസണിങ്. സോ ലിസണിങ് ഇസ് ഡിഫറെന്റ് ഫ്രം ഹിയറിങ്. ലിസണിങ് ഇസ് ഡിഫറെന്റ് ഫ്രം ഹിയറിങ്. ലിസണിങ് എന്ന് പറയുന്നത് ഈസ് എ പാർട്ട് ഓഫ് കോൺഷ്യസ്നസ്. ഇപ്പം ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ എവറിബഡി ഈസ് ലിസണിങ്. മോർ ദാൻ 39 പീപ്പിൾ അല്ലെങ്കിൽ 40 ആളുകൾ ഇപ്പോൾ ഇത് ലിസൺ ചെയ്യുന്നുണ്ട്. ലിസണിങ്. പക്ഷേ ഹിയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കേൾക്കുന്നുണ്ട്. യു ആർ ഹിയറിങ്. നിങ്ങൾ എത്ര പേര് ലിസൺ ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം ഹിയറിങ് പോകുന്നത് നിങ്ങളുടെ മൈൻഡിലോട്ടാണ്. ലിസണിങ് പോകുന്നത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലോട്ടാണ്. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഒരു മെസ്സേജിനോട് കാണിക്കുന്ന റെസ്പോൺസാണ് ലിസണിങ്. അതുകൊണ്ടാണ് നമ്മൾ വേദോസ്തത്തിൽ പലയിടങ്ങളിൽ ശ്രദ്ധിക്കുവിൻ, വാക്കുകളെ ശ്രദ്ധിക്കുവിൻ, എൻ്റെ ജനമേ യഹോവയുടെ വാക്ക് കേൾക്കുവിൻ എന്നല്ല. കേൾക്കുന്നത് നമ്മുടെ കോൺഷ്യസ് മൈൻഡാണ്. ലിസണിങ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ്. അപ്പം സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ ലിസൺ ചെയ്താലേ നമ്മുടെ ലൈഫിൽ അത് പ്രാക്ടിക്കൽ ആകത്തുള്ളൂ. നമുക്ക് വാക്യങ്ങൾ, എനിക്ക് തന്നെ, ഞാൻ പണ്ട് ഓർക്കുന്നുണ്ട്, വാക്യ മത്സരത്തിന് പോയിട്ടുണ്ട്. വാക്യ മത്സരം എഴുതാൻ, വാക്യങ്ങൾ എഴുതാനായിട്ട് റെഫറൻസ് ചെയ്ത് എനിക്ക് തോന്നുന്നു നമ്മുടെ ചെറുവക്കൽ നടന്ന ഒരു വലിയ വാക്യ മത്സരം. അന്ന് ഒരു രാത്രിയും പകലും മൊത്തം ഏകദേശം 1500ഓളം വാക്യം ഞാൻ എഴുതിയിട്ടുണ്ട്. അതിനേക്കാൾ കൂടുതൽ എഴുതുന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവർക്ക് സമ്മാനം കിട്ടി. എനിക്ക് പ്രോത്സാഹന സമ്മാനം കിട്ടിയായിരുന്നു. കാരണം ഞാൻ എഴുതിയപ്പോൾ റെഫറൻസ് എല്ലാം കൂടെ ചേർത്ത് എഴുതിയില്ല. ഇങ്ങനെ ഒരു സങ്കീർത്തനം എഴുതിയിട്ട് ഫുള്ളങ്ങ് എഴുതി. ഓരോ വാക്യങ്ങളാഴ്ച എഴുതുന്നുണ്ട്. മോർ ദാൻ 1500 വാക്യം. അപ്പം 1500 വാക്യം ഞാൻ അന്ന് വർഷങ്ങൾക്ക് മുമ്പ് കാണാതെ പഠിച്ചിട്ടുണ്ട്. 1500 ഇപ്പം നമുക്ക് അതിൽ കൂടുതലും ഓർമ്മയുണ്ടോന്ന് അറിയത്തില്ല. ആയിട്ടുണ്ട്. അപ്പോൾ 1500 വാക്യം ഞാൻ, പക്ഷേ 1500 വാക്യം എൻ്റെ മെമ്മറിയിൽ ഉണ്ടായിട്ട് വല്ല കാര്യമുണ്ട്? ഒരു കാര്യം. നിങ്ങൾക്കറിയാമോ, സാത്താന് യേശുക്രിസ്തുവിനെ പരീക്ഷിക്കാൻ വന്ന ചെകുത്താൻ അല്ലെങ്കിൽ പരീക്ഷകന് വാക്യം കാണാപ്പാടോ, മെമ്മറിയാ, പക്കാ മെമ്മറി. പക്ഷെ അവൻ്റെ കോൺഷ്യസിലൊന്നും പോയിട്ടില്ല. അവൻ്റെ കോൺഷ്യസിനകത്ത്, അവൻ്റെ സബ് കോൺഷ്യസിനകത്ത് ആ വേർഡ് പോയിരുന്നേ അവൻ ഒരിക്കലും സാത്താനാവത്തില്ലായിരുന്നു. അവൻ്റെ മെമ്മറിയിൽ സൂക്ഷിച്ചു വയ്ക്കുക. അപ്പോൾ വേർഡ് നമ്മൾ മെമ്മറിയിൽ സൂക്ഷിക്കുന്നുണ്ട്. ഈ മെമ്മറിയിൽ സൂക്ഷിക്കുന്ന വേർഡ് കൊണ്ട് ഒരു പ്രയോജനമില്ല. ഈ മെമ്മറിയിൽ സൂക്ഷിക്കുന്ന വേർഡ് സബ് കോൺഷ്യസ് മൈൻഡിൽ പോയി ലിസൺ ചെയ്യണം. ലിസണിങ് ഹാർട്ട് എന്ന് പറയും. അതാണ് ലിസണിങ് ഹാർട്ട്. ശ്രദ്ധിക്കുന്ന ഹൃദയവും കേൾക്കുന്ന ചെവിയും. ഹൃദയം ശ്രദ്ധിക്കുന്നു, ചെവി കേൾക്കുന്നു. അപ്പൊ തിരുവെഴുത്തുകളുടെ മുമ്പിൽ, ദൈവാലോചനയുടെ മുമ്പിൽ നമ്മുടെ ചെവി അല്ല തുറന്നിരിക്കേണ്ടത്, നമ്മുടെ ഹൃദയമാണ് തുറന്നിരിക്കേണ്ടത്. അപ്പം ഞാനൊരു വാക്കിൽ മറുപടി, എങ്ങനെ നമുക്ക് ഈ ലിസണിങ്ങിൽ കേൾക്കുന്ന വേർഡിനെ, ചെവി കൊണ്ട് കേൾക്കുന്ന വചനത്തെ എങ്ങനെ നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡിൽ എത്തിക്കാൻ പറ്റും? അതിനാണ് വിശുദ്ധ ബൈബിൾ പറഞ്ഞ മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ കൊണ്ടാണ്, ദൈവവചന ധ്യാനം കൊണ്ട് മാത്രമേ വചനം നിങ്ങളുടെ മെമ്മറിയിൽ നിന്ന് നിങ്ങളുടെ ഹാർട്ടിൽ പോകത്തുള്ളൂ. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടായ മഹത്വത്തോടെ തന്നെ നിലനിർത്തുന്ന ക്രിസ്തുവേശിൽ പൂർണ്ണമായി തീർത്തു തരും. ഫിലിപ്പിയാനേക്കാൾ 4-10 വാക്യം അറിയാം, റെഫറൻസ് അറിയാം, എല്ലാം അറിയാം. പക്ഷേ എന്നിട്ടും ബുദ്ധിമുട്ട് തീരാത്ത എന്താ? ആലോചിച്ചിട്ടില്ലേ? ബുദ്ധിമുട്ട് തീരാത്ത എന്താ? ആ വചനം നിങ്ങളുടെ മെമ്മറിയിൽ മാത്രമേ ഉള്ളൂ. ആ വചനം നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റെടുത്തിട്ടില്ല. ഒരു വേർഡ് നിങ്ങളുടെ മൈൻഡിൽ പോകാൻ ചിലപ്പോൾ വർഷങ്ങളെടുക്കും. നമ്മുടെയൊക്കെ ചർച്ചിൽ ഞാൻ പ്രസംഗിക്കുന്ന, എൻ്റെ ശബ്ദം കേൾക്കുന്ന എൻ്റെ ചർച്ചിലുള്ള വിശ്വാസികൾ ഇതിനകത്തുണ്ട്. ഞാൻ കേട്ടതെല്ലാം അവരുടെ ചെവിയിലും ഉണ്ട്. ഒരു പക്ഷേ നോട്ട് എഴുതുന്നവരുടെ നോട്ട് ബുക്കിലും ഉണ്ട്. അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എത്ര വേർഡ് പോയിട്ടെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം എൻ്റെ ഞാൻ പ്രസംഗിക്കുന്ന മെസ്സേജ് ഫ്രൂട്ട്ഫുൾ ആകണമെങ്കിൽ അതിൻ്റെ നോട്ട് അവരുടെ ബൈബിളിൽ വന്നാൽ പോരാ, അവരുടെ ചെവിയിൽ ഓർമ്മ വന്നാലും പോരാ. ആ വചനം അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിലെത്തണം, അവരുടെ ഹാർട്ടിലെത്തണം. അതുകൊണ്ടാണ് നമ്മുടെ ബൈബിൾ വായിച്ചത്, എൻ്റെ വചനത്തെ നിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കണം. ഹൃദയത്തിൽ വചനം സൂക്ഷിക്കുന്നവരാണ്. ഹൃദയത്തിൽ വചനം സൂക്ഷിക്കണം. ഹൃദയത്തിൽ വചനം വന്നാലേ മുളയ്ക്കത്തുള്ളൂ. ക്രിയേറ്റീവാ. അതായത് സബ് കോൺഷ്യസ് മൈൻഡിൽ, അതായത് ഞാനിങ്ങനെ പറയാം, മൈൻഡിൽ വചനമുണ്ടോ
ദാറ്റ് ഈസ് എ മെമ്മറബിൾ വേഴ്സസ്. മെമ്മറി ആയിരിക്കും, തോട്ട്സ് ആയിരിക്കും. നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന വചനം നിങ്ങൾക്ക് തോട്ട്സ് ആണ്. നിങ്ങളുടെ ഹൃദയത്തിലെത്തുന്ന വചനം ക്രിയേറ്റീവാണ്. നിങ്ങളുടെ മനസ്സിലെത്തിയ വചനം നിങ്ങൾക്ക് നല്ല ചിന്തയായി, നല്ല ചിന്തകളുടേതാണ്. നിങ്ങൾ നല്ല തോട്ട്സ് ആയിരുന്നു, സാധനം പുള്ളിയുടെ മനസ്സിലേ പോയിട്ടുള്ളൂ. ചില ആളുകളൊക്കെ പ്രസംഗിച്ച് കഴിയുമ്പോൾ പണ്ട് എന്നോട് പറയും, നല്ല തോട്ട്സ് ആയിരുന്നു കേട്ടോ, നല്ല തോട്ട്സാണ്. ശരിയാ, അതിൻ്റെ അർത്ഥം തന്നെ എൻ്റെ മിനിസ്ട്രി തോറ്റെന്നാ, എൻ്റെ മിനിസ്ട്രി ഫെയിൽഡ്. കാരണം എൻ്റെ പ്രസംഗം കൊണ്ട് എൻ്റെ കേൾവിക്കാരൻ നല്ല തോട്ട്സ് ഉണ്ടായി. തോട്ട്സ് അവൻ്റെ ബ്രെയിനിൽ, അവൻ്റെ മൈൻഡിലെത്തി. പക്ഷേ അത് അവനെ ഒരു കാലത്തും ഗുണമില്ല. ആ വചനം കൊണ്ട് ആ ആൾ ഒരു കാലത്തും ഗുണം വരത്തില്ല. ഫെയ്ത്ത് കംസ് ബൈ ഹിയറിംഗ്, ഹിയറിംഗ് ബൈ ഫെയ്ത്ത് കംസ് ബൈ ഹിയറിംഗ് ആണ്. വിശ്വാസം വരാൻ ഹിയറിംഗ് മതി. പക്ഷേ വിശ്വാസം കൊണ്ട്, ആ ഹിയറിംഗ് കൊണ്ട് ഫെയ്ത്ത് വരും. ഫെയ്ത്ത് എങ്ങോട്ട് നടത്തണം? ഫെയ്ത്ത് ഈസ് നോട്ട് ദ മാറ്റർ ഓഫ് മൈൻഡ്, ഫെയ്ത്ത് ഈസ് ദ മാറ്റർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്. ബിലീഫ്. ഫെയ്ത്ത് നിങ്ങൾക്ക് ബിലീവിംഗ് സിസ്റ്റം ആകും. അതായത് കേട്ട വചനം ബിലീഫായി മാറും. ഈ ഫെയ്ത്തും ബിലീഫും രണ്ടും രണ്ടാണ്. മോബിൻ ഫാസ്റ്റ് ഓരോ കാര്യം ഇടുമ്പോൾ എനിക്ക് ഓരോ സബ്ജക്റ്റ് പറയേണ്ടി വരിക. ഫെയ്ത്തിൽ നിന്നാണ് ബിലീഫ്. ബിലീഫ് ഈസ് ഡിഫറെന്റ് ഫ്രം ഫെയ്ത്ത്. ബിലീഫ് എന്ന് പറയുന്നത് നമ്മുടെ ഡോക്ടറിൻ മാറ്ററാണ്. ആ ബിലീഫ് ഉണ്ടായത് നമ്മുടെ ഫെയ്ത്താണ്. ആ ഫെയ്ത്ത് ഉണ്ടാകുന്നത് വചനം കേൾക്കുമ്പോഴാണ്. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഫെയ്ത്ത് ഉണ്ടാകും. ഫെയ്ത്ത് നിങ്ങളെ എന്തോ നടത്തണം? നിങ്ങളുടെ ബിലീവിംഗ് സിസ്റ്റത്തിലേക്ക് നയിക്കണം. ആ ബിലീവിംഗ് സിസ്റ്റത്തിലേക്ക് ആ വചനം നയിക്കപ്പെടുമ്പോൾ ആ വചനം നിങ്ങളുടെ ഹാർട്ടിനകത്തെത്തിയാൽ അത് ക്രിയേറ്റീവ് ആകും. അതുകൊണ്ടാണ് പറഞ്ഞത്, വചനത്തെ ഹൃദയത്തിൽ കൈക്കൊള്ളാത്തവൻ അതാണ് ഉണങ്ങിപ്പോകുന്നത്. ഇതുപോലെ വാക്യങ്ങൾക്ക് ടേക്ക് ടൈം ടു റീഡ് ദ വേർഡ് ആൻഡ് മെഡിറ്റേറ്റ് ദ വേർഡ്. മെഡിറ്റേഷനിൽ ചിലപ്പോൾ ഒരു വേർഡ് നിങ്ങളുടെ അകത്ത് പോകാൻ 3 മാസം എടുക്കും, ചിലപ്പോൾ 1 വർഷം എടുക്കും. നമ്മൾ വലിയ വലിയ കർത്തദാസന്മാരുടെയൊക്കെ ലൈഫ് ഞാൻ കണ്ടിട്ടുണ്ട്. കരങ്ങൾ വെച്ച ഒറ്റ വാക്യം കൊണ്ട് 1000-10,000 സൗഖ്യമാക്കിയ ദൈവദാസന്മാരുണ്ട്. സംഭവം എന്തുവാ? അവർക്ക് മർക്കോസിന് സുവിശേഷം 16-ാം അധ്യായത്തിലെ വാക്യമല്ലത്, നമ്മൾ പഠിച്ചതുപോലുള്ള മെമ്മറി വേർഡും അല്ലത്. അവരെ സംബന്ധിച്ചോളം ആ വചനം അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അവരുടെ പ്രോഗ്രാമായി മാറി. അതായത് ആ വചനം വെച്ച് അവർ കമ്പ്യൂട്ടറിലോ പ്രോഗ്രാംഡായി. ആ വേർഡ് കൊണ്ട് അവർ പ്രോഗ്രാംഡായി, അവരുടെ പ്രോഗ്രാമായി. അപ്പോൾ അവരുടെ ബോഡി, അവരുടെ സിസ്റ്റം മൊത്തം ഇപ്പോൾ മൂവ് ചെയ്യുന്നത് ആ വചനം കൊണ്ടാണ്. ആ മനുഷ്യൻ കൈവച്ചാൽ ഏത് രോഗി സൗഖ്യവും. 31,186 വാക്യം വായിച്ച് മൊത്തം കൂടെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏതെങ്കിലും 1-2 വാക്യം കൃത്യമായിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പോയാൽ നമുക്ക് ലോകത്തെ കീഴ്മേ മറിക്കാം. ലെറ്റ് us meditate God's. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, മെഡിറ്റേറ്റ് ദ വേർഡ്. ദൈവവചനത്തെ ധ്യാനിക്കുക. എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി എന്നാണ്. ധ്യാനത്തിങ്കൽ തീ ധ്യാനിക്കുമ്പോഴേ ഈ ഫയർ കം ഔട്ട് ചെയ്യത്തുള്ളൂ. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇത് ഇറങ്ങിച്ചെല്ലുക. സോ ഹിയറിംഗ് ഇസ് എ മാറ്റർ ഓഫ് മൈൻഡ്, ലിസണിങ് ഇസ് എ മാറ്റർ ഓഫ്. ഒന്നുകൂടെ പറഞ്ഞാൽ, ചെവി കൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് ശ്രദ്ധിക്കുകയും ചെയ്യണം. നമ്മുടെ ബിഹേവിയർ മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവങ്ങൾക്ക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നത് വചനത്തെ നമ്മൾ കേൾക്കുന്നത് കൊണ്ടല്ല. ഈ വാക്കുകൾ ശ്രദ്ധിക്കണം. വചനത്തെ നമ്മൾ കേൾക്കുന്നത് കൊണ്ടല്ല നമ്മുടെ സ്വഭാവത്തിന് രൂപാന്തരം സംഭവിക്കുന്നു. നമ്മുടെ സ്വഭാവം രൂപാന്തരപ്പെടുന്നത്, എല്ലാവർക്കും ജീവൻ വന്നു തുടങ്ങി. വളരെ പവർഫുള്ളായിട്ടാണ് നമ്മുടെ ആളുകൾ മാറുന്നത്. പൗലോസ് ബലഹീനതയിൽ പ്രശംസത്തെ ഹൃദയത്തെ ശോധന തിരിച്ച് കറക്റ്റ് തന്നെയാണത്. പൗലോസ് കറക്റ്റായിട്ട് മൂവ് ചെയ്തത് ഹാർട്ടിലാണ്. താങ്ക് യു. നമ്മുടെ ബിഹേവിയർ മാറുന്നത് വചനം കേൾക്കുമ്പോഴല്ല. നമ്മുടെ ബിഹേവിയർ രൂപാന്തരപ്പെടുന്നത് ഹൃദയം വചനം കേൾക്കുമ്പോഴാണ്. അപ്പം ചെവി കൊണ്ട് വചനം കേൾക്കുന്നത് നിർത്തി ഹൃദയം കൊണ്ട് വചനം കേൾക്കാനായിട്ട് തുടങ്ങിയാൽ നിങ്ങളിൽ മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങും. ഞാൻ ഒരു പ്രധാന കാര്യം ഒന്നുകൂടെ പറയാം. ഹാർട്ട് എന്ന് പറയുന്നത്, ഹാർട്ട് ഈസ് എ സോഴ്സ് ഓഫ് ചേഞ്ച്. നമ്മുടെ ലൈഫ്, നമ്മുടെ ബിഹേവിയർ, നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ, ഇതെല്ലാം മാറുന്നത് നമ്മുടെ ഹാർട്ട് മാറുമ്പോഴാണ്. ഹാർട്ട് ഈസ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻസിങ് ഫാക്ട് that change our life and mindset. It will change us totally.
100% ചേഞ്ചിലേക്ക് നടത്തും. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് അവൻ്റെ ഹൃദയവും. ഒരു മനുഷ്യൻ, നീ ആരാ എന്ന് അറിയണമെങ്കിൽ അവൻ്റെ ഹൃദയമാണവൻ. അതായത് ഒരുത്തൻ ബിഹേവ് ചെയ്യുന്നത് അവൻ്റെ ഹൃദയം എങ്ങനെയാണ്. അപ്പോൾ അവൻ്റെ ഈ ഹൃദയം എന്ന് പറയുമ്പോൾ ഓർക്കേണ്ടത് ബിലീവിങ് സിസ്റ്റം എന്നാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന്. ആ ഉള്ളിൽ നിന്ന് പറയുമ്പോൾ അതിൻ്റെ മലയാളത്തിൽ ഉള്ളെന്ന് എഴുതിയിട്ടുള്ളൂ. അതിനകത്ത് ഒറിജിനൽ എഴുതിയേക്കുന്നത് വിശ്വസിക്കുന്നവൻ്റെ ഫ്രം ദ ബെല്ലി ഓഫ് ഹിസ് ഹാർട്ട്, അവൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന്. ഹൃദയം ഏതാ? അവൻ്റെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ബിലീവിങ് സിസ്റ്റത്തിൻ്റെ ആ ഉള്ളിൽ നിന്ന്, ബെല്ലി ഓഫ് ഹിസ് ഹാർട്ട്, അവൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ജീവജല നദികൾ ഒഴുകുമെന്ന്. അപ്പോൾ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് മൊത്തം മാറിയെന്ന്. എന്താ ചിന്തയാന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഇത് ചുമ്മാ യേശുവിനെ യേശു മരിച്ചെന്ന് വിശ്വസിക്കും. ഇതൊന്നും കൊണ്ട് നോക്ക്, യൂസ്ലെസ്, പ്രയോജനമൊന്നുമില്ല. വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജല നദി ഒഴുകുകയാണ്. എവിടുന്ന? ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന്. ഈ ഓരോ വാക്യങ്ങളെടുത്ത് ഇതിൻ്റെ എല്ലാം കാര്യങ്ങൾ പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ഇതിൻ്റെ വാക്യങ്ങളെല്ലാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, സമയവും ഇല്ല. ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാം. ഒന്ന്, മത്തായിയുടെ സുവിശേഷത്തിൽ ആ വാക്യം നോക്കി നമുക്കറിയാം. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞൊരു വാക്യം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ ഒരു 1-2 വാക്യങ്ങൾ മാത്രം പറഞ്ഞാൽ ഞാൻ നിർത്തിക്കോളാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. നമുക്ക് അതിനെ കുറിച്ചൊന്ന് മെഡിറ്റേറ്റ് ചെയ്യാം. വാട്ട് ഈസ് ദ വേർഡ്? എന്തായാലും ഒരു വചനം നമുക്ക് എങ്ങനെ മനസ്സിലാക്കുന്ന കൂടെ പഠിക്കാം. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. എന്താ നമ്മളിതുകൊണ്ട് അർത്ഥമാക്കുന്നത്? എവിടെ ശുദ്ധിയുള്ളവർ എന്നാ? സബ് കോൺഷ്യസ് മൈൻഡ്. ഇതാണ് അർത്ഥം. സബ് കോൺഷ്യസ് മൈൻഡ് പ്യുവറായവൻ. പ്യുവറായെന്ന് പറഞ്ഞാൽ അലൈൻഡ് വിത്ത് ഗോഡ് എന്ന, അതാണ് എൻ്റെ ട്രൂത്ത്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഈസ് അലൈൻഡ് വിത്ത് ഗോഡ്. ദേ ക്യാൻ സീ ഗോഡ് എവ്രിവെയർ എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ദൈവത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ ലൈനിലെത്തിയാൽ യു ക്യാൻ സീ ഗോഡ് എവ്രിവെയർ എന്നാണ്. ഇസ് അനദർ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. അതായത് ഹൃദയശുദ്ധിയുള്ളവൻ കണ്ണ് തുറക്കുമ്പോൾ ദൈവം എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമെന്നല്ല. നമ്മുടെ എല്ലാം വിചാരം അങ്ങനെ. ഞാനും അങ്ങനെ വിചാരിച്ചിരുന്നത് കേട്ടോ. ഞാനും അങ്ങനെ വിചാരിച്ചിരുന്നത്. ഹൃദയമൊക്കെ ഇങ്ങനെ ഇപ്പം ഞാനും എന്തിരിക്കും ദൈവത്തെ നമുക്ക് കാണാൻ പറ്റാത്ത നമ്മുടെ ഹൃദയം എല്ലാം കൂടെ. സത്യത്തിൽ ദൈവത്തെ കാണുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? വാട്ട് ഇസ് ദ മീനിങ്? ഹൗ ക്യാൻ യു സീ ഗോഡ്? ഹൗ ക്യാൻ യു? നിനക്ക് ദൈവത്തെ എങ്ങനെ കാണാൻ പറ്റും? വേദോസം മനുഷ്യരാരും ഇതുവരെ കണ്ടിട്ടില്ലാത്തവനാണ്. നോ ബഡി ക്യാൻ സീ ഗോഡ്. ഹൗ ക്യാൻ യു സീ ഗോഡ്? ഇവിടെ ഹൃദയശുദ്ധിയുള്ളവർ. വാട്ട് ഇസ് ദ മീനിങ് ഹൃദയശുദ്ധി? ഹൃദയം എന്ന വാക്കിനർത്ഥം അവർ സബ് കോൺഷ്യസ് മൈൻഡ്. സബ് കോൺഷ്യസ് മൈൻഡ് പ്യുവർ ആയവർ, അലൈൻ വിത്ത് ഗോഡ്. സബ് കോൺഷ്യസ് മൈൻഡ് ദൈവവുമായിട്ട് അലൈൻ വിത്ത് ആയവർ, they can see everything, see in everything God. അതായത് എല്ലാറ്റിലും ദൈവത്തെ കാണാമെന്ന്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ട്രൂത്ത്. അതായത് ഒരുത്തൻ്റെ മനസാക്ഷി ക്ലിയർ ആയാൽ, അത് അവൻ്റെ ഒരുത്തൻ്റെ ബിലീവിങ് സിസ്റ്റം കറക്റ്റ് ആയാൽ, ഒരാൻ്റെ ഡോക്ടറിൻ കറക്റ്റ് ആയാൽ, he can see God in everywhere. നമ്മൾ ഓൾഡ് ടെസ്റ്റമെന്റ് വായിക്കുമ്പോൾ പഴയ മത്തായിയുടെ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നത്, ആരുടെയും രക്തം ചിന്തരുത്. ആരുടെയും രക്തം ഒരുത്തനെ കൊല്ലുന്നവനെ കൊന്നുകളഞ്ഞേക്കണം. ഭയങ്കര ഒരു കൽപ്പനയത്. ആദ്യമായിട്ട് ദൈവം തമ്പുരാൻ കർശനമായിട്ട് സംസാരിച്ച ആരെയും കൊല്ലരുത്. അപ്പം നമ്മുടെ ലോകത്ത് നിന്ന് ഏറ്റവും കൂടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ കൾച്ചർ എന്താ? കൊല്ലുന്നത് സർവ്വസാധാരണമാണ്. അപ്പനും മോനും കൂടെ ഇരുന്ന് വെള്ളം അടിക്കുന്നു, വെള്ളം അടിച്ച് അപ്പനെ മോൻ തള്ളിയിട്ട് തല്ലിക്കൊല്ലുന്നു. കൂടെ കിടന്നുറങ്ങുന്ന ഭാര്യയെ പാമ്പിനെ കൊണ്ടുവന്ന് കൊത്തിക്കൊല്ലുന്നു. കൂടെ കിടന്നുറങ്ങിയ കുഞ്ഞിനെ
ഒരു ലസ്റ്റ്ഫുള്ളായിട്ട് ചിന്തിച്ച് കാമുകൻ്റെ കൂടെ പോകാൻ വേണ്ടി കടൽ തീരത്ത് കൊണ്ട് പാറയിൽ അടിച്ചു കൊല്ലുന്നു. വേദപുസ്തകത്തിൻ്റെ ഭാഷ ഈ കൊല്ലുന്നവന്മാരെ അന്നേരം കൊന്നുകളയണമെന്ന്. പിന്നെ അതിനകത്ത് ഇനി കോടതിയൊന്നും പോകരുത്. ബൈബിൾ പറയുന്ന, അയ്യോ ഞാൻ ഇതിപ്പോൾ ഇനിയിപ്പം എന്തുവാ ലീഗലി ഒന്നും ചിന്തിക്കേണ്ട ഞാൻ പറഞ്ഞത്. ബൈബിൾ പറയാം. കാരണം എന്തുകൊണ്ട് അത് അത്ര കർശനമായിട്ട് പറഞ്ഞറിയോ? പറഞ്ഞതിൻ്റെ അർത്ഥത്തിലേ ഉള്ളൂ. എല്ലാ മനുഷ്യരുടെ, ഇതാ നിങ്ങൾ ശ്രദ്ധ, ഈ കോൺഷ്യസ് നമുക്ക് മാറിയുള്ള ഗുണം പറയാം. യു ക്യാൻ സീ ഗോഡ് എവരിവെയർ. എല്ലായിടത്തും നിനക്ക് ദൈവത്തെ കാണാം. എല്ലായിടത്തും ദൈവത്തെ കാണാന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ ഭിക്ഷ എടുത്തുകൊണ്ട് നിൽക്കുന്ന ഭിക്ഷക്കാരൻ, നിന്റെ മനസാക്ഷി കറക്റ്റ് ആണെങ്കിൽ യു ക്യാൻ സീ ഗോഡ് ഇൻ ദ ഫേസ് ഓഫ് ദാറ്റ് മാൻ. അതാ എൻ്റെ അർത്ഥം. അതാണ് എൻ്റെ അർത്ഥം. നിന്റെ സബ് കോൺഷ്യസ് മൈൻഡ് കറക്റ്റ് ട്രൂ ബിലീഫിലാണെങ്കിൽ, നിന്റെ സബ് കോൺഷ്യസ് മൈൻഡ് ഈസ് അലൈൻഡ് വിത്ത് ഗോഡ് ആണെങ്കിൽ, നീ എല്ലാ മനുഷ്യരിലും ദൈവത്തെ കാണും. ഒരു കുടിയൻ, ഒരു മദ്യപാനി, നീ പറയാ നരകത്തിൽ, പക്ഷെ ഒരു യഥാർത്ഥത്തിൽ ഒരു ട്രൂ ക്രിസ്ത്യൻ, ഒരു ട്രൂ ഗോഡ് ചൈൽഡ്, ഈവൻ ദോ ഹീസ് എ ഡ്രഗ് അഡിക്റ്റ് ലിവിങ് ഇൻ എ ഗട്ടർ, you can see your daddy God in the face of that man. നിങ്ങളുടെ എല്ലാം മൗനം അംഗീകാരമായിട്ട് വിശ്വസിച്ചുകൊണ്ട് ഞാൻ സ്തോത്രം ചെയ്യും. ഇതാൻ്റെ അർത്ഥം. ഹൃദയശുദ്ധിയുള്ളവർ, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് പ്യുവർ ആണെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തെ യു ക്യാൻ സീ ഗോഡ് ഇൻ എവ്രിവെയർ. അതതിൻ്റെ അർത്ഥം. അല്ലാതെ ഇങ്ങനെ ഹൃദയശുദ്ധിയുള്ള ദൈവം അവൻ്റെ കൺമുമ്പിൽ പ്രത്യക്ഷപ്പെടുമെന്നല്ല. അപ്പോൾ ഒരു കറക്റ്റ് ഗോഡ്സ് ചൈൽഡ്, അവൻ ഏത് മനുഷ്യനെ കണ്ടാലും പറയും, ദാറ്റ് പേഴ്സൺ ഈസ് ക്യാരിയിങ് ദ ഇമേജ് ഓഫ് മൈ ഡാഡി. കാരണം ബൈബിൾ ആരെയും കൊല്ലുന്നുണ്ടോ? അവനെ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും ഛായയിലും അല്ലോ സൃഷ്ടിച്ചത്. അങ്ങനെ അർത്ഥം. ഒരു മനുഷ്യനെ ഉപദ്രവിക്കരുത്, കാരണം അവന് ദൈവത്തിൻ്റെ ഛായയും സ്വരൂപമാണ്. ഒരു മനുഷ്യനെതിരെ കുറ്റം പറയരുത്, അവന് ദൈവത്തിൻ്റെ ഛായയും സ്വരൂപമാണ്. If you are killing a person, you are destroying the image and likeness of God. The most criminal കുറ്റമാണത്. You are destroying the image of God. Destroying the image of God. അപ്പം സബ് കോൺഷ്യസ് മൈൻഡിൽ, അപ്പം ഒരുത്തന്നെ ഹൃദയം ശുദ്ധമായാൽ എന്താ? കൊലപാതകം ഔട്ടാവും. അപ്പം കൊലപാതക ചിന്ത ഒരുത്തിന് മാറ്റാൻ എന്താ വഴി? കോൺഷ്യസ് മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് മാറിയാൽ മതി. സബ് കോൺഷ്യസ് മൈൻഡ് മാറാൻ എന്താ വഴി? ബിലീവിങ് സിസ്റ്റം മാറണം. ബിലീവിങ് സിസ്റ്റം മാറാൻ എന്താ വഴി? കറക്റ്റ് ഫെയ്ത്ത് വരണം. കറക്റ്റ് ഫെയ്ത്ത് വരാൻ വഴി എന്താ? ക്രൈസ്റ്റിനെ കേൾക്കണം. ക്രൈസ്റ്റ് ഈസ് ദ വേ. ജീസസ് ക്രൈസ്റ്റ് came to this world to heal the heart of man. സത്യത്തിൽ ദൈവം പുത്രൻ ഭൂമിയിൽ വന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന്, to heal the wounded heart of every man. ആദാമ്യ ജനറേഷൻ്റെ മുറിഞ്ഞ ഹൃദയത്തെ സൗഖ്യപ്പെടുത്തുക. അവൻ്റെ ഹൃദയത്തിന് സൗഖ്യം വരുത്താനാണ് യേശു വന്നത്. കാരണം അവൻ്റെ പ്രശ്നം അവൻ്റെ ഹാർട്ടിലാണ്, അവൻ്റെ ബിലീവിങ് സിസ്റ്റത്തിലാണ്. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താം. ഒത്തിരി വാക്യമുണ്ട്, ബാക്കി നാളെ പറയാം. ഇത് കണ്ടിന്യൂ ചെയ്യാൻ പോവാം. യു ക്യാൻ സീ ഗോഡ്. പ്രിയരെ, നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ദേശത്ത്, നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ ചുറ്റുപാട്, നിങ്ങൾ ഓരോരുത്തരെ നോക്കുമ്പോൾ, മനുഷ്യരെ കാണുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പറയേണ്ടത്, വാവ്, ഈസ് ക്യാരിങ് ദറ്റ്, ഈസ് എൻ ഐഡൽ വർഷിപ്പർ. അദ്ദേഹം ഒരു ഐഡൽ വർഷിപ്പർ, അദ്ദേഹം ഒരു എത്തിസ്റ്റാണ്, പക്ഷേ ഈസ് ക്യാരിങ് ദ ഇമേജ് ഓഫ് മൈ ഗോഡ്. സോ ഐ നീഡ് ടു റെസ്പെക്ട് ഹിം. എനിക്ക് അവനെ ബഹുമാനിച്ചേ പറ്റൂ. നിങ്ങളിൽ സകല മനുഷ്യരിലും നിങ്ങൾ ദൈവത്തെ കാണണമെങ്കിൽ ആദ്യം നിങ്ങളുടെ ഹൃദയം മാറണം. ഹൃദയം മാറിയാൽ നിങ്ങൾക്ക് എല്ലാവരെയും ദൈവമായിട്ട് കാണാൻ പറ്റും. ദൈവമായിട്ട് കണ്ടാൽ നിങ്ങൾ ഒരു മനുഷ്യനെയും യു വിൽ നെവർ ഒരാളെയും മിസ്ട്രീറ്റ് ചെയ്യത്തില്ല. നിങ്ങളെല്ലാവരെയും ബെസ്റ്റായിട്ട് ട്രീറ്റ് ചെയ്യത്തുള്ളൂ. നിങ്ങളെല്ലാവരെയും ബെസ്റ്റായിട്ട് ട്രീറ്റ് ചെയ്താൽ നിങ്ങളിൽ ഒരു പാവം വരത്തില്ല. ഒരു സ്ത്രീയെ കാണുമ്പോൾ നിങ്ങൾക്ക് ലസ്റ്റ് വരത്തില്ല. കാരണം എന്താ? ആ സ്ത്രീയിൽ നിന്റെ അപ്പൻ്റെ ചായയും സ്വരൂപം, നിന്റെ അപ്പൻ്റെ ചായയും സ്വരൂപത്തെ നിനക്ക് ലസ്റ്റ്ഫുള്ളായിട്ട് അവരോടത്ത് കയറി ഇല്ലിസിറ്റായിട്ട് ഇടപെടാൻ നിനക്ക് തോന്നുന്നു. നിന്റെ പ്രശ്നം കിടക്കുന്ന മൊത്തം എന്തോ? ഞാൻ പറഞ്ഞ മനസ്സിലായി. സിസ്റ്റം മൊത്തം കറക്റ്റ് ആകാൻ ഒറ്റ വഴിയതേ ഉള്ളൂ. അല്ലാതെ കണ്ണിനെ ശുദ്ധമാക്കണേ, കണ്ണിനെ ഒന്ന് ശുദ്ധമാക്കിയാലൊന്നും കണ്ണുറക്കുമ്പോൾ വീണ്ടും ശരിയാവും.
ഓരോ വ്യക്തികളിൽ ദൈവത്തെ കാണണം. എൻ്റെ കേൾവിക്കാരോട് ഞാൻ കർത്താവിൻ്റെ മനസ്സലി ഓർപ്പിച്ച് പ്രബോധിപ്പിക്കുന്നു. ദൈവത്തോട് പറ, ലോർഡ് ചേഞ്ച് യുവർ ഹാർട്ട് ടു സീ യു ഇൻ എവറിത്തിങ്. പ്രപഞ്ചത്തിലെ സകല സൃഷ്ടിയിൽ, എസ്പെഷ്യലി മനുഷ്യരാശിയുടെ മേൽ ദൈവത്തെ കാണാൻ നിനക്ക് പറ്റണം. ഇവിടെ കലഹം അവസാനിക്കും, കൊലപാതകം അവസാനിക്കും, ചതി അവസാനിക്കും, തിന്മ എല്ലാം അവസാനിക്കും, മൊത്തം അവസാനിക്കാൻ പോവുക. എങ്ങനെ? സിമ്പിൾ മാർഗം. ഒറ്റ കാരണത്തിൽ നിന്റെ കൂടെയുള്ള ആള് ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യമുള്ള ആളാണ്. ഈ ഒറ്റ ചിന്ത നിങ്ങളെ പൂർണ്ണമായിട്ട് മാറ്റും. നിങ്ങളെ മാറ്റാൻ ഒരു വഴി, ചേഞ്ച് യുവർ സബ് കോൺഷ്യസ്, ചേഞ്ച് യുവർ ബിലീഫ്. യോഹന്നാൻ പ്രസംഗിക്കുന്നു, this is the key to the kingdom of God. If you want to enter into the kingdom, use this key. That is the key. What is that key? The key. Change your subconscious mind. Change your heart. പ്രവാചകൻ എസെക്കിയേൽ വിളിച്ചു പറഞ്ഞു, പുതിയ ഒരു കാലം, പുതിയ ഉടമ്പടിയുടെ കാലത്ത് ഞാൻ മാംസളമായ ഹൃദയം, I'll give them a good heart and I'll cause them to walk according to my statutes. എൻ്റെ സകല കൽപ്പനകളിൽ ഞാൻ അവരെ നടത്തുമാറാക്കും. I'll give them a new heart. What a wonderful day it is, brothers and sisters. This is a marvelous thing. ഞാൻ പറഞ്ഞല്ലോ, ഈ റിഫൈൻമെൻറ്റ് ഡേയിൽ I'm receiving so many things from God. എല്ലാം കൂടെ എനിക്ക് പറയാൻ ടൈമില്ല. But I'm just sharing my heart to you all. നമുക്ക് മാറണം. കർത്താവിനോട് പറ, ലോർഡ് ചേഞ്ച് മൈ ഹാർട്ട്, ഓ ലോർഡ്. ആ പാട്ട് നമുക്ക് ഇടയ്ക്കൊന്ന് പാടിയേ പറ്റൂ. എൻ്റെ മനസ്സിനെ മാറ്റണമേ. That I can see God everywhere. എൻ്റെ സഹോദരന്മാരിൽ എല്ലാവരും ഞാൻ ദൈവത്തെ കാണുക. പിന്നെ ഞാൻ ആരെ കുറ്റം പറയും? ഞാൻ അവരുടെ കുറ്റം പറയുമ്പോൾ ഞാൻ എൻ്റെ ദൈവത്തെ കുറ്റം പറയുന്നത്. ഞാൻ ഒരാളെ അപമാനിക്കുമ്പോൾ ഞാൻ എൻ്റെ സഹോദരനെ അല്ല അപമാനിക്കുന്നത്, ദൈവത്തെ അപമാനിക്കുന്നത്. ഞാൻ ഒത്തിരി ആക്ഷേപം പറയുമ്പോൾ ഞാൻ ദൈവത്തിനെതിരെയാണ് ആക്ഷേപം പറയുന്നത്. സോ ടോട്ടലി എൻ്റെ ലൈഫ് മാറുകയാണ്. മതി. ഇനി ഒരു ക്ലാസ്സും കൊണ്ട് തീർക്കാൻ പറ്റുമെന്ന് നോക്കാം, അല്ലെങ്കിൽ അങ്ങോട്ട് പോവാം. ഇതുവരെ എന്നെ ശ്രദ്ധിച്ച എല്ലാവരോടും പ്രത്യേക സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു മീഡിയയിലൂടെ നിങ്ങളെ ശുശ്രൂഷിക്കാനായിട്ട് ദൈവം തന്ന അവസരമായിട്ട് ഞാൻ കാണുകയും നിങ്ങളുടെ കോപ്പറേഷനും നിങ്ങളുടെ സഹകരണത്തിനും എല്ലാത്തിനും നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങൾ നമുക്ക് റിഫൈൻമെൻറ്റ് ഡേ ആണ്. ഞാനിത് വെറുതെ പറയല, ഒരു പവർഫുൾ പ്രോഗ്രാമാണ്. വലിയ റെസ്പോൺസാണ് ഇത് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. റിഫൈൻമെൻറ്റ് ഡേ, സ്പെൻഡിങ് ടൈം വിത്ത് ഗോഡ് ഇൻ പ്രെയർ ആൻഡ് ബൈബിൾ റീഡിങ്. സോ റീഡിങ് ബൈബിളിലൂടെ തന്നെ ലൈഫ് ഇങ്ങനെ മാറുകയാണ്. യു ക്യാൻ ബി എ പാർട്ട് ഓഫ് ഇറ്റ്. ദിസ് ഈസ് നോട്ട് എ ഫാസ്റ്റിംഗ് പ്രെയർ. ഇന്ന് രാവിലെ നമ്മുടെ ശിവജാൻ രാവിലെ എന്നെ മോർണിംഗ് വിളിച്ചു, 3 മണിയായപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു, ഉപവാസം 40 ദിവസം എന്തോ. ഞാൻ പറഞ്ഞു, ഉപവാസം ഒന്നും എനിക്കത് കൊറോണ പിടിക്കുന്നതാണ്. അപ്പോൾ അപ്പോൾ ഉപവാസമൊന്നുമല്ല പറഞ്ഞത്, നമ്മുടെ ദേഹം ദേഹി ആത്മാവിനെ ഒരുപോലെ റിഫൈൻ ചെയ്യുന്ന വളരെ മനോഹരമായ ഒരു പ്രോഗ്രാമാണ് ഇപ്പം ഓൺഗോയിങ്ങിലാണ്. ദിസ് ദ 3rd day. താങ്ക് യു സോ മച്ച് ഫോർ യുവർ പാർട്ടിസിപ്പേഷൻ ഫ്രം ദ വേൾഡ് വൈഡ്. പല സ്ഥലങ്ങളിൽ നിന്നും പീപ്പിൾ ആർ ജോയിനിങ്. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണം. നാളെ നമുക്ക് വീണ്ടും ഇതേ ചേഞ്ച് യുവർ മൈൻഡ്, ചേഞ്ച് യുവർ സബ് കോൺഷ്യസ് എന്ന ഈ മനോഹരമായ വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും ഇതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് കാണാം. അതുവരെ എല്ലാവരെയും കർത്താവ് സൂക്ഷിക്കട്ടെ. സോ ടുഡേ സെർച്ച് യുവർ ഹാർട്ട്. ഇന്ന് രാത്രി നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ പരിശോധിക്കുക. ഒൺലി ന്യൂ ടെസ്റ്റമെൻ്റ് അല്ല, സകലതും വായിക്കുന്നുണ്ട്. ഫ്രം ജെനസിസ് ടു റെവലേഷൻ 30 ചാപ്റ്റർ പെർ ഡേ വായിക്കുകയാണ്. ഇപ്പം ഞങ്ങൾ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഇന്നോടെ ലെവിറ്റിക്കസ് കഴിഞ്ഞ് നമ്പേഴ്സിലേക്ക് കയറി കഴിഞ്ഞു. 3 ദിവസം കൊണ്ട് നമ്മൾ ആവശ്യം 90. ഇപ്പം 4-ാം ദിവസമാണ്. 4-ാം ദിവസമാകുമ്പോഴത്തേന് 120 ചാപ്റ്റർ വായിച്ചു കഴിഞ്ഞു. ഓൾഡ് ടെസ്റ്റമെൻ്റ് കണ്ടിന്യൂസ് വായിക്കുക. നമ്മൾ ഇടയ്ക്കൊന്നും വായിക്കുന്നില്ല, കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുകയാണ്. 5 hours പ്രാർത്ഥിക്കാൻ സമയം. നിങ്ങൾ ടങ് ടോക്ക് ചെയ്യുന്നവർക്ക് അന്യഭാഷ, അല്ലാത്തവർക്ക് മലയാളത്തിൽ പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യുക. മോർണിംഗ് ഒരു 5 മണിക്കൂറെങ്കിലും തിരുവെഴുത്തുകളെ ധ്യാനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ബാക്കി ഒരു 3 hours ബൈബിൾ. അങ്ങനെ 8 മണിക്കൂർ, അതായത് 24 മണിക്കൂറിൽ 8 മണിക്കൂർ വി ആർ സ്പെൻഡിങ് വിത്ത് ഗോഡ്. ലിറ്റിൽ മോർ സൗണ്ടോ? ഞാൻ ഓൾറെഡി ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഐ ട്രൈ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എനിവേ, പ്ലീസ് ജോയിൻ വിത്ത് മീ. പ്രാർത്ഥിക്കുക, നിങ്ങളെ അനുഗ്രഹിക്കപ്പെടുക. നിങ്ങളുടെ നല്ല നിർദ്ദേശങ്ങളും നിങ്ങളുടെ സ്നേഹവായ്പകളും ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ നല്ല സജഷൻസ് ഞാൻ പ്രതീക്ഷിക്കുന്നു. കർത്താവ് നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.